ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടുള്ള ക്യാരി ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ തന്നെ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു മൂവി കണ്ടവർക്കറിയാം, അത് ആദ്യം മുതൽ അവസാനം വരെയും നമ്മളെ ടെൻഷൻ അടുപ്പിച്ചിരുത്തുന്ന ഒരു മൂവിയാണ്. അടുത്തത് എന്താണ് എന്നുള്ള ആ ഒരു ടെൻഷനിൽ ഓരോ നിമിഷവും നമ്മളെ ത്രില്ലടിപ്പിച്ചിരുത്തും. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവിയിലും. എയർപോർട്ട് സെക്യൂരിറ്റി ആയിട്ടുള്ള നമ്മുടെ ഹീറോ, അവന് പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. എടുത്ത് സംസാരിക്കുമ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ കാമുകിയുടെ തലയിൽ ഒരു സ്നൈപ്പർ ഷൂട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് നടക്കണ്ടെന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ആ ഒരു എയർപോർട്ട് ചെക്കിങ് കഴിഞ്ഞ് ഒരു ബാഗ് കൊണ്ടുപോകാനായിട്ട് നീ സഹായിക്കണം. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കാമുകിയുടെ തല ആ നിമിഷം തന്നെ ഷൂട്ട് ചെയ്യും. അതുമല്ല, നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു കാര്യം മറ്റാരോടും പറയാനും കഴിയത്തില്ല. ഇതിന് ശേഷം ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെ അവരെന്താണ് ആ ഒരു ബാഗിൽ കടത്തിക്കൊണ്ട് പോകുന്നത്. തന്റെ കാമുകിയുടെ തലയിൽ ആ ഒരു സ്നൈപ്പർ എയിം ചെയ്ത് നിൽക്കുന്നു. ഇതിനിടയിൽ പെട്ടുപോയ നമ്മുടെ ഹീറോ ഇതിന് ശേഷം എന്റെ മോനെ ഓരോ നിമിഷവും ത്രില്ലടിപ്പിച്ചിരുത്തും. അതുപോലുള്ളൊരു മൂവി. ഇതിലും കൂടുതലും വലുതായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അധികം സംസാരിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ ഈ ക്രിസ്മസ് ട്രീ എല്ലാം വിൽക്കുന്ന ഒരു വലിയ ഗാർഡനാണ് കാണിക്കുന്നത്. അതിനടുത്തേക്ക് ഒരു കാറിലെ മുഖമൊന്നും അറിയാൻ കഴിയാത്ത രീതിയിൽ ഒരുത്തനിങ്ങനെ ഇറങ്ങി വരികയാണ്. അവന്റെ മുഖം എന്താണെന്ന് കാണിക്കുന്നില്ല. അതുപോലെ ഇവിടെയുള്ള ഒരു താടിക്കാരൻ, അവനൊരു സ്മഗ്ലറാണ്. നോവിച്ചിക് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിസൺ, അത് മറ്റൊരു സ്ഥലത്ത് നിന്നും ഇവിടേക്ക് കടത്തിക്കൊണ്ട് വന്നത് ഈ ഒരു സ്മഗ്ലറാണ്. അതുപോലെ അത് കടത്തിക്കൊണ്ട് വരാനായിട്ട് തന്നെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ചോദിച്ചാലും കൂടുതൽ പണം കൊടുക്കാനായിട്ട് ഇയാളോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇവിടേക്ക് വന്ന അവൻ ഒരു ബാഗ് നിറയെ പണം അയാളുടെ മുന്നിലേക്ക് കൊണ്ട് കൊടുക്കുന്നു. അതുമല്ല, ഇവൻ അവിടെ വന്നതിന് ശേഷം ആ ഒരു താടിക്കാരനോട് ഒന്നും സംസാരിക്കുന്നത് പോലുമില്ല. അങ്ങനെ ഇവൻ കൊണ്ടുവന്ന ആ ഒരു ബാഗിൽ നിന്നും കുറച്ച് പണം എടുത്ത്, അവനാണെങ്കിൽ ആ ഒരു പണം എടുത്ത് നോക്കിയിട്ട് നല്ലതുപോലെ മണത്ത് നോക്കി പോക്കറ്റിൽ നിന്ന് ഒരു കീ എടുത്ത് കൊടുത്തിട്ട് പറയും, പുറകിലെ ഒരു BMW കാർ കിടപ്പുണ്ട്, അതിനകത്തുണ്ട് കാര്യമൊന്നും പറഞ്ഞിട്ട് ആ ഒരു കീ അവിടെ വെക്കുന്നതും പെട്ടെന്ന് ഇയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ആ ഒരു നിമിഷം തന്നെ താഴേക്ക് വീണ് രക്തം ഛർദ്ദിച്ച് അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇവിടേക്ക് വന്ന ആ ഒരു തൊപ്പിക്കാരനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഇയാളുടെ അടുത്തേക്ക് വന്ന അയാളുടെ കയ്യിൽ എന്തോ കത്തി പിടിക്കാനായിട്ടുള്ള ഒരു ലിക്വിഡ് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് കത്തിച്ചിട്ട് പുറകിലേക്ക് വന്ന ആ ഒരു കാറിൽ നിന്നും ഇയാൾ കൊണ്ടുവന്ന ആ ഒരു ബാഗ് ഉൾപ്പെടെ എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഈതനെയാണ് കാണിക്കുന്നത്. ഈതൻ അടുത്തുള്ളത് അവന്റെ ഭാര്യ നോറ. അതുപോലെ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഹാപ്പിയാണ്. വേറെ ഒന്നുമല്ല, നോറ പ്രഗ്നന്റ് ആണ്. അതുപോലെ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഒരു എയർപോർട്ടിലാണ്, അത് ഒരേ സ്ഥലത്ത്. നമ്മുടെ ഹീറോ സെക്യൂരിറ്റി ആയിട്ടും അതേപോലെ തന്നെ ഹീറോയിൻ ഒരു ഓപ്പറേറ്റർ ആയിട്ടും. കണ്ടു കഴിഞ്ഞാൽ ഒരു എയർ ഹോസ്റ്റിനെ പോലെ ആയിരിക്കും തോന്നുന്നത്, പക്ഷെ അങ്ങനെയല്ല. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് അവളാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും രാവിലെ തന്നെ ജോലിക്കായിട്ട് പോവാണ്. അതുപോലെ ക്രിസ്മസ് ആയി, ലീവ് ഇല്ലാതെ ഇവർ ജോലി ചെയ്യണമെന്നുള്ള രീതിയിൽ ഹീറോയ്ക്ക് നല്ല മടിയുണ്ട്. അതുമല്ല, ഇവർക്ക് രണ്ടുപേർക്കും ഉടനെ തന്നെ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നത് കൊണ്ട് ഇവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. ഹീറോയും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഹീറോ അത്ര ഹാപ്പിയല്ല. കാരണം ഹീറോ പോലീസ് ആവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള സെലക്ഷനിൽ പോയപ്പോൾ അതിനവന് സെലക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ആവാൻ ആഗ്രഹിക്കാതെ അവനിപ്പോൾ എയർപോർട്ടിലെ ആ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യാണ്. അതുമല്ല, നമ്മുടെ നോറയ്ക്കാണെങ്കിൽ ഈതൻ വീണ്ടും പോലീസ് ആവണം, അതുകൊണ്ട് നീ വീണ്ടും അതിനു വേണ്ടി ട്രൈ ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കാറിൽ നേരെ എയർപോർട്ടിലേക്ക് വന്ന് അവിടെയുള്ള ആ ഒരു ബസ് ഉണ്ടല്ലോ, എയർപോർട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ബസ്സിൽ കയറുമ്പോഴത്തേക്കും ഈതൻ നോറയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തുകൊണ്ടാ പോലീസിനെ പറ്റി ഇപ്പൊ സംസാരിച്ചേ? അവള് പറയുന്നത്, സത്യത്തിലേ നിനക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമല്ല, നിനക്ക് ഇഷ്ടമുള്ള ജോലിയാണെങ്കിലോ അത് കിട്ടിയിട്ടുമില്ല. അതുപോലെ നീ ചെയ്യുന്ന ജോലിയിലും നിനക്കൊരു മുന്നേറ്റം സംഭവിക്കുന്നില്ല. നീ എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ടും അവന് പ്രൊമോഷനോ മറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതിൽ ഇവർക്ക് കുട്ടി ജനിക്കാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ ചിലവും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഒരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാലേ കുറച്ചുകൂടി പണം ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അവൾ അങ്ങനെയെല്ലാം പറഞ്ഞത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇവർ രണ്ടുപേരും എയർപോർട്ടിലേക്ക് നടന്നു പോവാണ്. നോറയാണെങ്കിൽ പതിയെ പോയാൽ മതി ജോലിക്ക്. പക്ഷെ സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് കുറച്ച് വേഗത്തിൽ തന്നെ പോകണം. നോക്കുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞുപോയി. അയ്യോ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് ഹീറോ നല്ല വേഗതയിൽ അങ്ങനെ ഓടുകയാണ്. അങ്ങനെ ഹീറോ ഓടി പോകുമ്പോൾ തന്നെ എയർപോർട്ടിനകത്തെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അതിനകത്തൂടെ എല്ലാം അവൻ ഇങ്ങനെ ഓടിപ്പോകുന്നത്. അതേസമയം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അനൗൺസ്മെന്റ് പോലെ ഒരു കാര്യവും പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡേ ആയിരിക്കും. കാരണം ക്രിസ്മസ് ദിവസമാണ്. എയർപോർട്ടിൽ സാധാരണ കാണുന്ന തിരക്കിനേക്കാൾ കൂടുതൽ ഇന്ന് തിരക്കുണ്ടാവും. ഈ സമാധാനം എന്താണെന്നറിയാത്ത ഏകദേശം ഒരു 2 ലക്ഷത്തോളം പാസഞ്ചേഴ്സ്, അവരെല്ലാവരെയും കൈകാര്യം ചെയ്യുന്നത് നിങ്ങളാണ്. നമ്മൾ 2 മണിക്കൂർ മുന്നേ തന്നെ എയർപോർട്ടിലേക്ക് വരാൻ പറയും, പക്ഷെ അവർ വരത്തില്ല. സമയത്ത് ഓടി വന്നിട്ട് അവരുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് നമ്മളോടായിരിക്കും. വഴക്കുണ്ടാക്കാനായിട്ട് ശ്രമിക്കും, പക്ഷെ ഒരിക്കലും ആ ഒരു വലയിൽ വീഴരുത്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ക്യൂവില് ആള് നിൽക്കരുത്, എല്ലാവരും നടന്നുകൊണ്ടേയിരിക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു സെക്യൂരിറ്റി ചീഫ് ഉണ്ടല്ലോ, അയാളുടെ പേര് ഫിൽ എന്നാണ്. അപ്പോൾ ഫില്ല് ബാക്കിയുള്ള എല്ലാവരോടും ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതേസമയം അതിനിടയിലേക്ക് നമ്മുടെ ഹീറോ ഓടി വരുന്നത്, സാർ കറക്റ്റ് സമയത്താണല്ലോ വന്നിട്ടുള്ളത്, എല്ലാം മിസ്സായി, വന്നിരിക്കും എന്നും പറഞ്ഞ് ഹീറോ വന്നിരിക്കുമ്പോഴത്തേക്കും
ലിയോൺ എന്ന് പറഞ്ഞ് ഒരുത്തം വന്നിട്ട് എല്ലാവർക്കും ഒരു പേന കൊടുക്കും. എന്നിട്ട് പറയും നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ബോർഡിംഗ് പാസ് ഉണ്ടാവും, അതെല്ലാം ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നെല്ലാം പരിശോധിക്കേണ്ടത് ഈ ഒരു പേനയിലെ ആ ഒരു ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് വെച്ച് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം ഈ ഒരു എയർപോർട്ട് ജോലി എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും സേഫ്റ്റി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു ചെറിയ തെറ്റ് മതി എത്ര പേരുടെ ജീവനായിരിക്കും അപകടപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു മീറ്റിംഗ് കഴിയുന്നതും അതിലെ റാപ്പറായിട്ടുള്ള ഒരുത്തനുണ്ട്, സെക്യൂരിറ്റിയാണ്. അവൻ പെട്ടെന്ന് എല്ലാവർക്കും ഒരു നോട്ടീസ് ഇങ്ങനെ കൊടുക്കാണ്, വേറെ ഒന്നുമല്ല. അവൻ പാടിയ പാട്ട് ഏതോ ഒരു ആപ്പിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് കൊടുത്ത് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതിൽ രണ്ടാമത്തെ പാട്ട് നീ കേട്ടു നോക്ക്, നിനക്ക് ട്വിൻസ് ആയിരിക്കും ജനിക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് അപ്പോൾ നീ പറഞ്ഞല്ലേ എന്നും പറഞ്ഞിട്ട് ഹീറോയുടെ സുഹൃത്തായിട്ടുള്ള ജെയ്സൺ ഉണ്ട്, ജെയ്സന്റെ അടുത്തേക്ക് വന്ന് ജെയ്സൺ ഞാൻ ഇത് നിന്നോട് മാത്രമല്ലേ പറഞ്ഞേ, നീ എന്തിനാ എല്ലാവരോടും പറഞ്ഞു ചോദിക്കുമ്പോൾ എല്ലാവരും അറിയട്ടെ അത് നല്ല കാര്യമല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ജെയ്സൺ ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുമല്ല ജെയ്സൺ പറയുന്നുണ്ട് ഈതൻ നീ ഇത്ര നാളായിട്ട് ഒരേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്, ഞാനാണെങ്കിൽ 2 പ്രൊമോഷൻ വാങ്ങി, നിനക്കൊരു കുട്ടി ജനിക്കാൻ പോവാണ്, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടണ്ടേ, ജോലിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണം, അല്ലാന്നുണ്ടെങ്കിൽ നോറ പറയുന്നത് പോലെ ആ ഒരു പോലീസിൽ അപ്ലൈ ചെയ്യും. പക്ഷെ എന്തുകൊണ്ടാണ് ഈതൻ പോലീസിൽ വീണ്ടും അപ്ലൈ ചെയ്യാത്തതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുപോലെ ജെയ്സൺ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ തനിക്കും തന്റെ കരിയറിൽ മുന്നേറണം എന്നുള്ളൊരു ചിന്ത ഈതൻ ഇപ്പോൾ വരികയാണ്. അങ്ങനെ ഈ ഒരു കാര്യം നേരെ ഈ സെക്യൂരിറ്റി ചീഫ് ഉണ്ടല്ലോ ആ ഒരു പുള്ളിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സാർ എനിക്ക് പ്രൊമോഷൻ വേണമെന്ന് പറയുമ്പോൾ അയാൾ പെട്ടെന്ന് ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈതൻ ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്, അല്ലാതെ ഈ ഒരു ജോലി ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. അപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട് ഈതൻ എനിക്ക് ഒരു ജോലിയെ ഇഷ്ടപ്പെടുന്നവരെയാണ് ആവശ്യം, അല്ലാതെ ശമ്പളത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരല്ല, അതുകൊണ്ട് നിനക്ക് അതെന്തായാലും തരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഈതൻ നേരെ അയാളുടെ അടുത്തേക്ക് നിന്നിട്ട് സാർ ഒരവസരം എനിക്ക് തന്നു നോക്ക്, എന്തായാലും ഞാനത് പ്രൂവ് ചെയ്യും, അതുകൊണ്ട് എന്നെ തന്നെ മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ചീഫ് പറയും പക്ഷേ നിനക്ക് തരാനായിട്ട് വേറെ ജോലിയൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ജെയ്സൺ പറയും ശരി അങ്ങനെയാണെങ്കിൽ എന്റെ പൊസിഷൻ അവന് കൊടുക്ക്, കാരണം സാധാരണ നമ്മുടെ ഹീറോ ചെയ്യുന്നത് ഈ ഒരു ആളുകളെ ചെക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ജെയ്സൺ ചെയ്യുന്നത് ഈ ഒരു സ്ക്രീനിങ് ഉണ്ടല്ലോ, ഈ പാസഞ്ചേഴ്സിന്റെ ബാഗും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് അതാണ്. അതുകൊണ്ട് ആ ഒരു ജോലി നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഓക്കെ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും മാറ്റി ഇങ്ങനെ ഇരുത്താണ്. ഹീറോയ്ക്ക് ഇന്നത്തേക്ക് ആ ഒരു ജോലി കൊടുക്കാണ്. അപ്പൊ ഇതിൽ നമ്മുടെ ഹീറോ തെളിയിച്ചു കഴിഞ്ഞാലേ ഹീറോയ്ക്ക് പ്രൊമോഷൻ കിട്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയത്തുള്ളൂ. അതേസമയം ഇതെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എയർപോർട്ടിന് വെളിയിൽ ആ ഒരു പാർക്കിംഗ് സ്ഥലത്ത് കാണിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു വാൻ വന്ന് നിൽക്കുന്നു. അതിനകത്ത് കണ്ണാടിയിലിട്ട് ഒരു സൈക്കോ അവൻ ആരെയോ കെട്ടിവെച്ചിട്ട് അതിനകത്തുള്ള ആ ഒരു സിസ്റ്റത്തിൽ 2 ബട്ടണിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കും ഈ ഒരു എയർപോർട്ടിനകത്തുള്ള എല്ലാ ക്യാമറയും ആ ഒരു സിസ്റ്റത്തിൽ ഇവന് ലൈവായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം ഇവിടെ ഹീറോ ആണെങ്കിലോ തനിക്ക് വന്ന ആ ഒരു പൊസിഷൻ ചേഞ്ചിങ് അതിനെപ്പറ്റി പറയാൻ വേണ്ടി നോറയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൻ നേരെ കൗണ്ടറിലേക്ക് വന്നിരിക്കുകയാണ്, വലിയൊരു ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. അതേസമയം ലിയോണൽ എന്ന് പറഞ്ഞ ഒരു പോലീസ് അവിടേക്ക് വന്ന് ആ ഒരു പേന ഉണ്ടല്ലോ UV ലൈറ്റ് എല്ലാം ഉള്ള ആ ഒരു പേന ഈ ഒരു ബോർഡിംഗ് പാസ് ഫേക്കാണോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്നിട്ട് ഓൾ ദ ബെസ്റ്റ് എല്ലാം പറഞ്ഞ് ഈതനായാലും നടന്ന് തൻ്റെ ആ ഒരു ക്യാബിനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ മറ്റൊരുത്തനുണ്ട്. അവനാണെങ്കിൽ ഈതനെ അത്ര ഇഷ്ടമല്ല. ജെയ്സൺ ഇരിക്കേണ്ട ആ ഒരു സ്ഥലത്ത് ഈതൻ വന്നിരിക്കുമ്പോഴത്തേക്കും അവനത് ശരിയാവുന്നില്ല. പക്ഷേ ഈ ഒരു എയർപോർട്ടിലുള്ള ബാക്കി എല്ലാവർക്കും നമ്മുടെ ഈതനെ നല്ലതുപോലെ തന്നെ അറിയാം. അതേസമയം ഈ ഒരു വാനിനകത്തിരിക്കുന്ന ആ ഒരു സൈക്കോ ഉണ്ടല്ലോ അവനിപ്പോ ആ ഒരു സ്ക്രീനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈതന്റെ സുഹൃത്തായിട്ടുള്ള ജെയ്സൺ അവനിരിക്കേണ്ട സ്ഥലത്താണ് ഈതൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ജെയ്സന്റെ വീട്ടിൽ ഏതോ ഒരു കൊലയാളിയെ അവൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്നിട്ട് അവന്റെ ഫാമിലിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. ആ ഒരു സമയത്ത് ഈ ഒരു സൈക്കോ പെട്ടെന്ന് ഈ ക്യാമറയിലൂടെ നോക്കുമ്പോഴത്തേക്കും ജെയ്സൺ ഇരിക്കേണ്ട ആ ഒരു ഭാഗത്ത് നമ്മുടെ ഈതൻ ഇരിക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ആരോടെയോ പറയുന്നുണ്ട് നമുക്കൊരു പ്രശ്നമുണ്ട്, ജെയ്സൺ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ മറ്റൊരുത്തനാണ് വന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ആ ഒരുത്തൻ പറയും ആരും ടെൻഷൻ ആവണ്ട, ആ ഇരിക്കുന്നവനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇതിങ്ങനെ പറയുമ്പോൾ ഇവനായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയുടെ ഫോട്ടോ വെച്ചിട്ട് അവന്റെ ഫുൾ ഡീറ്റെയിൽസും മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും ഇപ്പൊ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്രീനിങ്ങിലൂടെ ഇവരെന്തോ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്ഥലത്ത് ഈതന് വേണ്ടി ഇരിക്കേണ്ടത് ജെയ്സൺ ആയിരുന്നു. അതുകൊണ്ട് ജെയ്സനെ വെച്ച് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവന്റെ ഫാമിലിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അതിലൂടെ ജെയ്സനെ വെച്ച് ആ ഒരു കാര്യം സാധിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചത്. പക്ഷെ ഹീറോ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരുന്നത് കൊണ്ട് ഇവരുടെ പ്ലാൻ മൊത്തം പൊളിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഹീറോയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവർ മനസ്സിലാക്കുന്നത്. ഓക്കെ എന്തായാലും ഇപ്പോൾ ഇവരുടെ പ്ലാൻ കുറച്ച് നിമിഷത്തിനകം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഹീറോ തന്നെയാണ് ഇവരുടെ ടാർഗറ്റ്. അതുകൊണ്ട് അവനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നതും ഹീറോയുടെ വീട് അഡ്രസ് എല്ലാം കണ്ടുപിടിച്ച് അവിടേക്കും ആളെ അയക്കുകയാണ്. അതേപോലെ തന്നെ അവിടെയുള്ളൊരു സ്ലിപ്പിലെ നോറയുടെ പേരുണ്ട്. അതെല്ലാം വെച്ചിട്ട് നോറ ആരാണ്, ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിലാക്കും. എന്നിട്ട് ഇവർക്ക് ഈ ഒരു നിർദ്ദേശം കൊടുക്കുന്ന ആ ഒരുത്തനുണ്ടല്ലോ അവൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതേസമയം ഇവിടെ സ്ക്രീനിനടുത്ത് നമ്മുടെ ഹീറോ ഈ പാസഞ്ചേഴ്സിന്റെ ബാഗും കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഇങ്ങനെ വിടുകയാണ്. ആ ഒരു സമയത്ത് ഒരു നീല മുടിക്കരിയായിട്ടുള്ള ഒരു പെണ്ണ് പെട്ടെന്ന് അവളുടെ ബാഗ് എടുത്തിട്ട് ഹേയ് സാർ ഇത് എന്റേതല്ല ഇതിങ്ങനെ പറയുമ്പോൾ ഹീറോ ഒന്ന് നോക്കും. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊരു ഇയർഫോൺ ആണ്, അതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹീറോ പറയും ശരി ഇത് ഞാൻ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ വെച്ചേക്കാം, ആള് വരുമ്പോഴത്തേക്ക് എടുത്തോളും എന്നും പറഞ്ഞിട്ട്
അതിങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ഈതന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ഈതൻ, അത് നിനക്കുള്ളതാണ്, എടുത്ത് ചെവിയിൽ വെക്കാൻ പറയുന്നതും ഈതനൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ആ ഒരു ഹെഡ്സെറ്റ് തന്നെ, അത് നിന്റെ ചെവിയിലേക്ക് എടുത്തു വെക്കി എന്ന് പറയുന്നതും നമ്മുടെ ഈതനാണെങ്കിലോ ആ ഒരു ഹെഡ്സെറ്റ് എടുത്തിട്ട് ചെവിയിലേക്ക് ഇങ്ങനെ വെക്കുന്നതും അതിനകത്തുള്ള ആൾ സംസാരിക്കുന്നു. ഈതൻ, എന്തായാലും ഞാൻ പറയുന്നത് പോലെ മുഖത്തൊരു എക്സ്പ്രഷനും ഇല്ലാതെ നേരെ നിന്റെ സീറ്റിലേക്ക് പോയിരിക്കെ, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഹീറോ പറയും, എറിക്, ഇത് നീയല്ലേ, വെറുതെ തമാശ കാണിക്കരുത് എന്ന് പറയുമ്പോൾ, നീ നിന്റെ പുറകിലേക്ക് നോക്ക്, അവിടെ ഒരു മണ്ടൻ നിന്ന് കളിക്കുന്നുണ്ടോ, അതല്ലേ എറിക് എന്ന് പറയുന്നതും, ഓക്കെ, ഇത് തമാശയല്ല, സീരിയസ് ആയിട്ട് ആരോ ഒരാൾ സംസാരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവന്റെ സീറ്റിലേക്ക് പോയി ഇരുന്നിട്ടാണ് ഹീറോ ചോദിക്കുന്നത്, അല്ല നീ പറയുന്നത് എന്തിനാ ഞാൻ ചെയ്യുന്നത്, നിനക്ക് എന്താ വേണ്ട എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്ക്, ഒരു ജീവന് ഒരു ബാഗ്, ഒരേ ഒരു ബാഗ്, അത് നിന്റെ ഒരു സ്കാനിങ് സെക്ഷനിലൂടെ കടത്തി വിട്ടാൽ മാത്രം മതി. ചുവന്ന തൊപ്പിയിലിട്ട് എന്റെ ആള് ആ ഒരു ബാഗുമായിട്ട് എവിടേക്ക് വരും, അവനെ നീ കടത്തി വിട്ടാൽ മതി. ഒരു ബാഗിന് ഒരു ജീവൻ എന്ന് ഞാൻ പറഞ്ഞതില്ലേ, അത് വേറെ ആരുമല്ല, നിന്റെ കാമുകി നോറ. ഇത് കേൾക്കുന്നത് ഹീറോ ചെറിയ രീതിയിലെ ടെൻഷനാവും. അതുമല്ല, നോറ പ്രഗ്നന്റ് ആണ് എന്നുള്ള അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവനിങ്ങനെ പറയുമ്പോൾ, ഓക്കെ, ഇതൊരു സാധാരണ വിഷയമല്ല, അവൻ എന്തായാലും പെട്ടു എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അവനോട് സംസാരിച്ച് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ഫോൺ എടുത്തിട്ട് 911 ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ഈ ഒരു വാനിനകത്തിരിക്കുന്ന ആ ഒരു സൈക്കോ, അവന് ഹീറോ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ക്യാമറ ഉണ്ട്, അതുവഴി ഹീറോ പോലീസിനെയാണ് വിളിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. ആ ഒരു ലീഡറിനോട് പറയുമ്പോഴത്തേക്കും ലീഡർ ആണെങ്കിൽ പെട്ടെന്ന് ഹീറോയോട് പറയും, ഈതൻ, ആ ഒരു കോൾ അങ്ങ് കട്ട് ചെയ്യ് എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഹീറോ നോക്കുമ്പോൾ ആ ഒരു ക്യാമറ കണ്ടത്. ഹീറോയ്ക്ക് മനസ്സിലായി അവന്മാര് എവിടെയോ ഇരുന്ന് അവനെ നിരീക്ഷിക്കുന്നുണ്ടെന്ന്. അപ്പോഴേക്കും ആ ലീഡർ പറയും, ഈതൻ, ആ ഒരു ഫോൺ എടുത്ത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് അവിടെ കൊണ്ടുപോയി നിന്റെ ഫോൺ അങ്ങ് ലോക്ക് ചെയ്യാൻ പറയുന്നതും, ഇപ്പൊ നമ്മുടെ ഈതന് വേറെ വഴിയില്ല, അതുകൊണ്ട് ആ ഒരു ഫോൺ എടുത്ത് നേരെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾക്ക് വെക്കുന്ന ഒരു ഡ്രോയർ ഉണ്ട്, അവിടേക്ക് കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ ഈതനായാലും അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ പോകുന്നേ, അത് ഡയമണ്ട്, കള്ളം പറയരുത്, എനിക്കറിയാം അത് വേറെ എന്തോ ആണെന്ന്, ഒരു ഡയമണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ല എന്നല്ല നമ്മുടെ ഹീറോ അവന്റെ ബുദ്ധിയിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ പറയും, ഈതൻ, നീ കുഴപ്പമില്ലല്ലോ, ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഇപ്പോൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി, ഒരേ ഒരു ബാഗ്, ഒരുപക്ഷെ നീ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ കാമുകയുണ്ടല്ലോ, അവളുടെ കാര്യം നീ പിന്നെ ചിന്തിക്കുക വേണ്ടെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ വേറെ വഴിയില്ല, അവൻ പറയുന്നത് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വേറെ ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാലും ഇവർക്ക് ഈ ഒരു ക്യാമറ വഴി കാണാൻ കഴിയും, അതുകൊണ്ട് അതും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ എലന എന്ന് പറഞ്ഞിട്ട് ഒരു ഡിറ്റക്റ്റീവിനെയാണ് കാണിക്കുന്നത്. അതുമല്ല, സ്റ്റാർട്ടിങ് സീനിൽ ഒരു സ്മഗ്ലർ അവനെ മൊത്തത്തിൽ എരിച്ച് കൊന്നല്ലോ, ആ ഒരു സ്ഥലത്തേക്ക് ഇവരെല്ലാം വന്നിങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കും ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. അതുപോലെ ഈ ഒരു സ്മഗ്ലർ ആണെങ്കിൽ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കുറ്റവാളിയും കൂടിയാണ്. അങ്ങനെ അവിടെ നിന്ന് അവന്റെ ഒരു വാച്ച് കിട്ടുമ്പോഴത്തേക്കും എലന ആ ഒരു വാച്ച് എടുത്ത് നോക്കുമ്പോൾ അവൾക്ക് അപ്പം തന്നെ മനസ്സിലായി അതിനകത്ത് എന്തുകൊണ്ടെന്ന് പറഞ്ഞ് അതിന്റെ പുറകു ഭാഗം തുറക്കുമ്പോൾ അതിനകത്ത് ഒരു ബഗ് ഉണ്ട്. അതുപോലെ ഈ ഒരു സ്മഗ്ലറെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ കത്തിപ്പോയത് കൊണ്ട് ശരിയാക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ എലന പറയും, അതെ, ഇത് ശരിയാക്കാനുള്ള ഒരാളെ എനിക്കറിയാം എന്നും പറഞ്ഞ് അത് അവള് കൊണ്ടുപോവാണ്. അതേസമയം വീണ്ടും ഇവിടെ എയർപോർട്ടിലെ ആ ഒരു ബാഗെല്ലാം ചെക്ക് ചെയ്യുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, അതിനകത്തോടെ ഓരോരുത്തരുടെ ബാഗും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കടത്തി വിടുമ്പോഴത്തേക്കാണ് ഇവിടെ ക്രിസ്മസ് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ജെയ്സൺ ആണെങ്കിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് അവരോട് നല്ല ഇതിൽ തമാശ എല്ലാം പറഞ്ഞിട്ടാണ് അവരെ ഓരോരുത്തരെയായിട്ട് പറഞ്ഞു വിടുന്നത്. അതുപോലെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇവിടെ പെട്ടിരിക്കുകയാണ്, അനങ്ങാൻ പോലും കഴിയത്തില്ല. ആ ഒരു വില്ലൻ ആണെങ്കിൽ നമ്മുടെ ഹീറോയോട് കുറെ നേരമായിട്ട് അവന്റെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. കാരണം ഈ വില്ലന്റെ ആൾ ഇവിടെ നിന്ന് പോകുന്നത് വരെ ഹീറോയെ അവിടെ പിടിച്ചിരുത്തിയേ പറ്റൂ. അതുകൊണ്ട് ഹീറോയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കാണ്. അതുമല്ല, വില്ലനാണെങ്കിൽ നമ്മുടെ ഹീറോയെ കളിയാക്കുന്നുണ്ട്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഒരേ പൊസിഷനിൽ തന്നെ ഇത്രയും വർഷം നീ ജോലി ചെയ്യുന്നത്. പക്ഷെ നിന്റെ ഗേൾ ഫ്രണ്ട് അവൾ കുറച്ച് സ്മാർട്ടാണ് എന്നുള്ള രീതിയിൽ ഹീറോയെ കളിയാക്കി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അവൻ സംസാരിക്കുന്ന ആ ഒരു ശബ്ദം വെച്ച് തന്നെ ഈ ഒരു എയർപോർട്ടിൽ അവൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ചുറ്റിനെ ഇങ്ങനെ നിരീക്ഷിക്കുന്നു. അതേസമയം തന്നെ അനൗൺസ്മെന്റ് സൗണ്ട് കേൾക്കുന്നു, ഏതൊരു കുട്ടി കരയുന്ന സൗണ്ട് കേൾക്കുന്നു. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവൻ ഏത് ഭാഗത്താണെന്ന് ചുറ്റി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സമയത്താണ് ഒരു ലേഡി അവരുടെ സ്മാർട്ട് വാച്ചിൽ ഈ ടെസ്റ്റ് വഴി മെസ്സേജ് അയക്കുന്ന കാര്യം ഹീറോ ഇങ്ങനെ നോട്ട് ചെയ്യുന്നത്. അതുമല്ല, ഹീറോയുടെ കയ്യിലാണെങ്കിലോ അതേപോലെ തന്നെ സ്മാർട്ട് വാച്ച് ഉണ്ട്. അതുകൊണ്ട് ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് ഇപ്പോൾ വോയിസിൽ സംസാരിക്കുമ്പോൾ അത് ടെസ്റ്റ് ആയിട്ട് മറ്റൊരാൾക്ക് മെസ്സേജ് ആയിട്ട് പോകുമല്ലോ. ആ ഒരു രീതിയിൽ ഹീറോ ഇങ്ങനെ ചിന്തിച്ച് പെട്ടെന്ന് അവന്റെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കും. ഈ ഒരു വില്ലനോടും നോർമൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷേ ഈ ഒരു മെസ്സേജ് പോകുന്ന ആൾക്ക് അത് മനസ്സിലാവുന്ന രീതിയിലും ഹീറോ സംസാരിച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു വാനിനകത്തിരിക്കുന്ന ആ ഒരു സൈക്കോ ഉണ്ടല്ലോ, അവൻ ഈ ഒരു കാര്യവും ക്യാമറയിലൂടെ കാണുന്നു. അപ്പോൾ ഇതും ആ ഒരു വില്ലനോട് പറയുമ്പോഴത്തേക്കും വില്ലൻ പറയും, ഈതൻ, നീ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാൻ പറയുന്ന കാര്യം കേൾക്കാത്തത്. നിന്റെ സ്മാർട്ട് വാച്ച് ആ ഒരു ടെസ്റ്റ് അതങ്ങ് ഓഫാക്ക് എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് വേറെ വഴിയില്ല, അതും ഓഫ് ചെയ്യാണ്. എന്നിട്ട് പറയും, അതും ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു കബോർഡിലേക്ക് കൊണ്ടുവയ്ക്കാൻ പറയും. അങ്ങനെ ഹീറോ നേരെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഒരു വാച്ചും അതിനകത്ത് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യാണ്. ഈതൻ, നീ സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത്. ഈ ഒരു ഒറ്റ ബാഗ് കടത്തി വിട്ട് കഴിഞ്ഞാലേ പിന്നെ വേറെ ഒന്നുമില്ല, അതോടെ കഴിഞ്ഞു.
അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നീ അറിയും എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്ക് വേറെ വഴിയില്ല. കാരണം ചുറ്റിനുള്ള ഓരോ ക്യാമറ വഴിയും ഹീറോയെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി. അതേസമയം ഇവിടെ യെലന എന്ന് പറഞ്ഞ ഒരു ഡിറ്റക്റ്റീവിനെ കാണിക്കുമ്പോൾ ആ ഒരു ബഗ് കൊണ്ടുവന്നല്ലോ, അതിപ്പോ അവളുടെ ഓഫീസിലുള്ള ഒരുത്തനെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യിപ്പിച്ച് അത് ക്ലിയർ ആയിട്ട് അതിലുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇങ്ങനെ കേൾപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സൗണ്ട് ഇപ്പോൾ ഇവർ എന്താണെന്ന് കേൾക്കാൻ പോവാണ്. അതേസമയം ഇവിടെ എയർപോർട്ടിൽ കാണിക്കുമ്പോൾ ഈ ഒരു വില്ലൻ എന്ത് ബാഗാണ് കൊണ്ടുവരുന്നത്, അതിനകത്ത് എന്താണ്, ഇനി ബോംബാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഈ ഒരു എയർപോർട്ടിലുള്ള അത്രയും പേരുടെ ജീവൻ അപകടത്തിലാണ്. അതിലും വലുതാണ് ഈതന് നോറയുടെ ജീവൻ. അതുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും അനങ്ങാതിരുന്ന് തന്നെ നമ്മുടെ ഈതൻ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് വീണ്ടും ആ ഒരു എയർപോർട്ടിനകത്ത് ഒരു കുട്ടി കരയുന്ന ശബ്ദം അത് ഹീറോയ്ക്കും കേൾക്കുന്നുണ്ട്, ഈ ഒരു ഹെഡ്സെറ്റിലൂടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അത് എവിടെയാണെന്ന് തിരിഞ്ഞിങ്ങനെ നോക്കുന്ന സമയത്താണ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വില്ലനും അവിടെയാണ് ഇരിക്കുന്നത്. ഇവൻ വേറെ ആരുമില്ല, സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സ്മഗ്ലർ ഉണ്ടല്ലോ അവനെ കൊന്ന് അവന്റെ അടുത്ത് ഈ ഒരു ബാഗ് കൊണ്ടുവന്നിട്ട് അവനെ മൊത്തത്തിൽ കത്തിച്ച് കൊല്ലുകയും ചെയ്തല്ലോ, ആ ഒരുത്തൻ തന്നെയാണ്. അപ്പൊ ഇവൻ തന്നെയാണ് തന്നെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് സാധാരണ ഒരു പാസഞ്ചർ ഉണ്ട് അവന്റെ കയ്യിൽ ആ ഒരു ബാഗ് എടുത്തിട്ട് സാർ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവന്റെ ബോർഡിംഗ് പാസ് എടുത്ത് അതിൽ ആ ഒരു ഇൻവിസിബിൾ പേന ഉണ്ടല്ലോ അത് വെച്ച് ഇങ്ങനെ എഴുതുകയാണ് എന്തോ ഒരു കാര്യം. കാരണം ഈ ഒരു വില്ലന് ക്യാമറ ഉപയോഗിച്ച് കാണാൻ കഴിയാത്ത ആ ഒരു ബാഗിന്റെ ഒരു ഭാഗത്തേക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ലിയോണൽ ഉണ്ടല്ലോ അവനെ അടുത്തേക്ക് വിളിച്ച് സാർ ഇതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ലിയോണൽ പറയും ഇതെല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയുമ്പോൾ ഈതൻ പറയും സാർ നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാം നല്ലതുപോലെ ചെക്ക് ചെയ്യണമെന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ലിയോണലിന് മനസ്സിലായി ഇതിലെന്തോ കാര്യമുണ്ടെന്ന്. അങ്ങനെ ആ ഒരു ബോർഡിംഗ് പാസിൽ ആ ഒരു ലൈറ്റ് അടിച്ചിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ കറക്റ്റ് ആയിട്ട് തന്നെ ക്ലൂ കൊടുത്തു. അവിടെ കറുത്ത തൊപ്പിയും കറുത്ത ജാക്കറ്റെല്ലാം ഇട്ടിട്ട് ഒരുത്ത ഇരിപ്പുണ്ട് അവനെ നോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ എന്തായാലും വില്ലനെ പിടിച്ചു എന്നും പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് വില്ലൻ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവനെ അവിടെ കാണാനില്ല. ഷടാ ഇവൻ എവിടെ പോയിന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഈ ബോർഡിംഗ് പാസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ലിയോണൽ ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക് ആ ഒരു വില്ലൻ നടന്നു വരുന്നു. എന്ത് സംഭവിക്കുന്ന അറിയുന്നില്ല. പെട്ടെന്ന് ലിയോണലിനെ ചെറുതായിട്ട് വന്ന് ഇടിച്ച് ലിയോണൽ ഉണ്ടല്ലോ അവനെ ചെറുതായിട്ട് വന്ന് ഇങ്ങനെ ഇടിക്കുന്നതും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ലിയോണൽ അവന്റെ നെഞ്ചിലേക്ക് കൈവച്ച് താടിക്കൊന്ന് വീഴാണ്. ആ ഒരു സമയത്ത് ആ ഒരു വില്ലനാണെങ്കിലോ ഈ ഒരു ബോർഡിംഗ് പാസും പതിയെ എടുത്ത് ആരും കാണാതെ അവിടെ നിന്ന് നടന്നു പോകുന്നു. അതുപോലെ ഹീറോയോട് പറയുന്നുണ്ട് നീ ഇപ്പൊ വലിയൊരു തെറ്റാണ് ചെയ്തത്, അതിനുള്ള ബലം എന്താണെന്ന് നീ ഇപ്പൊ തന്നെ അറിയുമെന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല ലിയോണലെ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുപോയി. അതിന് കാരണം ഈ ഒരു വില്ലൻ തന്നെയാണ് എന്തോ ഒരു കെമിക്കല് അല്ലെങ്കിൽ എന്തോ ഒരു വിഷം അവന്റെ ഉള്ളിലേക്ക് കടത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഈതനാണെങ്കിലും ഒരിടത്ത് വിഷമിച്ചിരിക്കുകയാണ്. കാരണം ലിയോണലിനെ അവന് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ വില്ലൻ കറക്റ്റ് മുന്നിൽ വന്നിരുന്ന് ഇപ്പൊ സംസാരിക്കുന്നത്. ഹേയ് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ നീ മൂന്നാമതൊരു തെറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് നിന്റെ കൗണ്ടറിലേക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ എന്റെ ആള് വരും. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതും പറയും ഒന്നും ചെയ്യരുത്. അതെ ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് ഒരു നല്ല കുട്ടിയായിട്ട് അവിടെ പോയിരുന്ന് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഇപ്പൊ നോറയുടെ ജീവനെ കൂടി രക്ഷിക്കണം. അതുകൊണ്ട് നമ്മുടെ ഈതൻ നേരെ അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ജെയ്സൺ ഇരിക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ചീഫാണ് മാറ്റിവിട്ടത്. നീ അയാളോട് പോയി ചോദിക്കാൻ പറയുമ്പോൾ ഹീറോ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ലിയോണലും ഹീറോയും നല്ല അടുപ്പത്തിലായിരുന്നു. അതുപോലെ ഇവർ നല്ല സുഹൃത്തുക്കളാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവന്റെ മരണം ഹീറോയെ കൊണ്ട് എന്തായാലും കഴിയത്തില്ല. അതുകൊണ്ട് നിനക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല. നിന്നെ ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റിയില്ല. ഇന്നത്തെ ഒരു ദിവസം നീ എന്തായാലും മെറ്റൽ ഡിക്റ്റേറ്റർ വെച്ചിട്ട് മറ്റുള്ളവരെ പരിശോധിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഈതൻ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ചീഫ് കേൾക്കുന്നില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ ഹീറോ ആളുകളെ പരിശോധിക്കാണ്ട് ഇങ്ങനെ ചെന്ന് നിൽക്കാണ്. ആ ഒരു സമയത്ത് വില്ലൻ ഹീറോയോട് സംസാരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, വില്ലൻ ഇപ്പോൾ വിചാരിച്ചത് നമ്മുടെ ജെയ്സന്റെ ഫാമിലിയെ വെച്ചിട്ട് ജെയ്സനെ കൊണ്ട് ഈ ഒരു ജോലി ചെയ്യിക്കാന്നാണ്. പക്ഷേ ഹീറോ അവിടേക്ക് വന്നിരുന്നത് കൊണ്ട് തന്നെ അവന്റെ ഫാമിലി അവർ വെറുതെ വിട്ടു. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഹീറോ പെട്ടെന്ന് എന്റെ ചീഫാണ് എന്നെ ഇവിടേക്ക് മാറ്റിയത്, എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കാമുകിയുടെ അവസ്ഥ ഓക്കെ, നിന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തിനെ ഇപ്പോ അവനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാനായിട്ട് നീ അവന് മരിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ട് നിന്റെ പോലീസ് ബുദ്ധിയിൽ എന്താണ് തോന്നുന്നത് അത് ചെയ്യാൻ പറയുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഹീറോ നല്ല വേഗതയിൽ ഓടി ഈ ഒരു എയർപോർട്ടിലെ ലിക്കറെല്ലാം വിൽക്കുന്ന ആ ഒരു സ്ഥലമുണ്ട്, നിക്കറല്ല ലിക്കർ. അങ്ങനെ ഓടി അവിടേക്ക് ചെന്ന് രണ്ട് ചെറിയ ബോട്ടിലെടുത്ത് അത് കോഫി ഒഴിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അത് ഈ ഒരു കോഫിയെല്ലാം എടുക്കുന്ന സ്ഥലമുണ്ട് അവിടേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് ഒരു മദ്യം ഒഴിച്ചിട്ട് അത് പതിയെ ജെയ്സന്റെ അടുത്തേക്ക് വന്ന് അവനോട് സംസാരിച്ച് അവനെ ചെറിയ രീതിയിൽ ഡൈവേർട്ട് ആക്കിയിട്ട് ആ ഒരു അവസ്ഥയിൽ ഈ ഒരു കപ്പുണ്ടല്ലോ അത് പരസ്പരം മാറ്റും. അപ്പോൾ വില്ലൻ പറയും ഓക്കെ നിന്റെ ഐഡിയ ഉള്ളല്ലോ എന്നും പറഞ്ഞിട്ട് വില്ലൻ പറയും ശരി ഞാൻ നിന്നെ ഒന്ന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വില്ലൻ നേരെ എഴുന്നേറ്റ് ആ ഒരു ചീഫിനടുത്തേക്ക് ചെന്നിട്ട് ഇതുപോലെ ആ ഒരു സെക്യൂരിറ്റി മദ്യം കഴിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചീഫ് നേരെ ജെയ്സന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ആ ഒരു കോഫി അതെടുത്ത് ഇങ്ങനെ മണത്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് മദ്യം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ജെയ്സനോട് പറയും ജെയ്സൺ നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്തായാലും നീ പുറത്തേക്ക് പോ, ഇത് ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജെയ്സൺ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും ജെയ്സൺ പെട്ടെന്ന് ഹീറോയെ നോക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ ആണ് ആ ഒരു കോഫി കപ്പുമായിട്ട് അവന്റെ അടുത്ത് വന്ന് നിന്നത്. അതുകൊണ്ട് ഹീറോയ്ക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ജെയ്സനെ യൂസ് ചെയ്തെന്നുള്ള രീതിയിൽ ജെയ്സൺ ഇപ്പോൾ ഹീറോയോട് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹീറോയെ നോക്കിയിട്ട് നീ ഒരിക്കലും നന്നാവത്തില്ലടാ എന്നും പറഞ്ഞ് ജെയ്സൺ അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്.
അങ്ങനെ ഈതനായാലും നേരെ തിരിച്ച് ആ ഒരു ക്യാബിനിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കും പുറകിലിരിക്കുന്ന ആ ഒരു ഓഫീസർ ഉണ്ടല്ലോ, അവനായാലും ഇതിനെ നോക്കി പറയുന്നുണ്ട്, നിന്റെ സുഹൃത്തിനെ ചതിച്ച് ഇങ്ങനെ ഒരു പ്രൊമോഷൻ നേടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പൊ ഇതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോൾ വില്ലൻ പറഞ്ഞ ആ ഒരാള് അതേ ആ ഒരു പെട്ടിയായിട്ട് ഇവിടേക്ക് വന്നു. എന്നിട്ട് അതെടുത്ത് ആ മെഷീന്റെ പുറത്തേക്ക് ഇങ്ങനെ വെക്കാണ്. അപ്പോഴേക്കാണ് ഇവിടെ ആ ഒരു ഡിറ്റക്റ്റീവ് ലേഡിയെ കാണിക്കുമ്പോൾ ഇവർ ആ ഒരു വോയിസ് കേട്ടല്ലോ, അതിൽ നിന്നും 1-2 വാക്കുകൾ റിപ്പീറ്റ് ആയിട്ട് കേട്ടു. അത് നോവിച്ചക് എന്ന് പറഞ്ഞിട്ടൊരു വാക്കാണ്. അതിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അത് കണ്ട് ഈ ഒരു ലേഡി പെട്ടെന്ന് ഞെട്ടാണ്. അതേസമയം ഇവിടെ ഹീറോ എടുത്ത് കാണിക്കുമ്പോൾ ഹീറോയും ആ ഒരു ബാഗിനകത്ത് കാണിക്കുമ്പോൾ സിസ്റ്റം അതെന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ എന്തോ ഒരു ബോംബ് പോലുള്ള സെറ്റപ്പ്, അതിനകത്ത് എന്തോ ഒരു ലിക്വിഡ് അല്ലാണ്ട് ഇതെന്താണെന്ന് ഹീറോയ്ക്ക് അറിയത്തില്ല. പക്ഷേ മെഷീൻ അത് ഒരിക്കലും നല്ലതല്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതേസമയം ഇവിടെ ആ ഒരു ലേഡി അതെന്താണെന്ന് കണ്ടുപിടിച്ചു. റഷ്യയിൽ നിർമ്മിച്ച ഒരു ബയോ വെപ്പൺ, അതിനകത്തുള്ള ആ ഒരു ലിക്വിഡ് അതൊരു പുകയായിട്ട് മാറി ആരെങ്കിലും അത് ശ്വസിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും പതിയെ പതിയെ ഇല്ലാണ്ടാവും. അങ്ങനെ രക്തം ഛർദ്ദിച്ച് ആ ഒരു മനുഷ്യൻ നിമിഷ നേരം കൊണ്ട് തന്നെ മരിക്കും. അപ്പൊ ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു തന്നെ കൊല്ലുമല്ലോ, അതും അതേപോലെ തന്നെ ലിയോണൽ എന്ന് പറഞ്ഞിട്ട് അവനെ കൊന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ബയോ വെപ്പണാണിത്. ഇത് കണ്ട ആ ഒരു ഡിറ്റക്റ്റീവ് നല്ലതുപോലെ പേടിക്കുന്നു. അതേപോലെ തന്നെ ഹീറോയ്ക്കും എന്താണെന്ന് അറിയാൻ കഴിയാത്തത് കൊണ്ട് അവനും നല്ലതുപോലെ പേടിക്കുകയാണ്. അങ്ങനെ ഇത് കാരണം നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പേടി കാരണം നേരെ ബാത്റൂമിലേക്ക് വന്നിരുന്ന് കരയുകയും ചെയ്യുന്നു, അതേപോലെ തന്നെ ഛർദ്ദിക്കുകയും ചെയ്യാണ്. അപ്പോഴേക്കും നമ്മുടെ വില്ലൻ നേരെ അവിടേക്ക് വന്നിട്ട്, ഹേ ഈതൻ, നിന്റെ ഫോൺ എടുത്തങ്ങ് വെക്ക് എന്ന് പറയുമ്പോൾ ഈതൻ ആ ഫോൺ എടുത്തുകൊണ്ട് വന്ന കാര്യം വില്ലൻ എങ്ങനെയോ അറിഞ്ഞു. അതുകൊണ്ട് ആ ഒരു ഫോണും വാങ്ങിയിട്ട് ഇനിയുള്ള 2 മണിക്കൂർ ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് നേരെ ഫ്ലൈറ്റിലേക്ക് കയറി ഇവിടെ നിന്നും പോകുന്നത് വരെ ഇനി നിന്റെ ചുമതലയാണ്. അതുവരെ നീ ഞാൻ പറയുന്നതെല്ലാം കേട്ട് നിന്നേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും അതൊരിക്കലും കഴിയത്തില്ലാന്ന്. അപ്പോൾ വില്ലൻ പറയും, ഇല്ല ഈതൻ, ഇപ്പൊ എന്തായാലും ഫുഡ് കഴിക്കാനുള്ള സമയമല്ലേ, ഇപ്പൊ നോറയോടൊപ്പം പോയി കഴിക്കേണ്ട സമയം. പോയിരുന്ന് കഴിക്കാൻ പറയുന്നതും ഹീറോ അവർ ഫോൺ ചോദിക്കുന്നുണ്ട്, പക്ഷെ അവൻ കൊടുക്കത്തില്ല. അതുപോലെ ആ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് അവളോട് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ വില്ലൻ പറയും അതൊരിക്കലും നടക്കത്തില്ല, എന്തായാലും നീ അത് സംസാരിച്ചേ പറ്റൂ, നോർമലായിട്ട് സംസാരിക്കേ എന്നും പറഞ്ഞ് അവനെ പറഞ്ഞുവിടും. അതേസമയം ഇവിടെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോം ലാൻഡ് സെക്യൂരിറ്റി ഉണ്ട്. പുള്ളിക്കാരൻ ഇവരെ കാണാനായിട്ട് ഇങ്ങനെ വരികയാണ്. അതുപോലെ ഇതുപോലൊരു ബയോ വെപ്പൺ ഇവരെന്നെ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഹോം ലാൻഡ് സെക്യൂരിറ്റിയെ അവർ വിവരം അറിയിച്ചു. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഒരാള് ഇപ്പൊ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യത്തെ പറ്റി ഈ പോലീസ് ഹെഡ് ഉണ്ടല്ലോ അയാളോട് പറയുമ്പോഴത്തേക്കും അയാൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഇത്രയും വലിയൊരു ബയോ വെപ്പൺ ഇവിടേക്ക് വരുമെന്നോ, അതൊന്നും ഒരിക്കലും നടക്കത്തില്ല. എന്തായാലും ഇന്ന് ക്രിസ്മസ് ആണ്, എല്ലാവരും അവരുടെ ലീവ് എല്ലാം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയി നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നീയും ചെയ്യുന്നു പറഞ്ഞ് ആ ഒരു ഓഫീസർ അവിടെ നിന്ന് പോകുന്നു. അതേസമയം ആ ഒരു സെക്യൂരിറ്റി ഏജന്റ് ഉണ്ടല്ലോ അയാൾ ചോദിക്കും, ഓക്കെ നിങ്ങൾ എന്താ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പോൾ എലന പറയും, ആദ്യം ഇത് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഈ ഒരു വെപ്പൺ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കണം ഒരുപക്ഷെ അവർ ഇത് കടത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ കൂടെയുള്ള ആവർത്തനോട് ഇതേപോലെ എയർപോർട്ടിലും മറ്റ് സ്ഥലങ്ങളിൽ എവിടെ നിന്നെങ്കിലും സംശയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുന്ന ആ ഒരു എയർപോർട്ടിൽ നിന്നും 911ലേക്ക് ഈതൻ എന്ന് പറഞ്ഞ ഒരാൾ കോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പോലീസ് അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അതേപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ലിയോണൽ എന്ന് പറഞ്ഞൊരു സെക്യൂരിറ്റി അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ ഓഫീസർ ആയാലും കൺഫേം ചെയ്യാണ് അതിനകത്ത് എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന്. അതുപോലെ അവിടേക്ക് ഞാൻ പോകാൻ പോവാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ഹോംലാൻഡ് സെക്യൂരിറ്റി ഏജന്റ് ഉണ്ടല്ലോ അയാളായാലും ഓക്കെ, അവസ്ഥ എനിക്ക് മനസ്സിലായി, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ വരാമെന്നും പറഞ്ഞിട്ട് ഹിലന എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയോടൊപ്പം അവനും ഇങ്ങനെ പോവാണ്. അതേ സമയം ഇവിടെ എയർപോർട്ടിൽ കാണിക്കുമ്പോൾ ഇവരെപ്പോഴും ലഞ്ച് കഴിക്കുന്നത് ഒരുമിച്ചിരുന്നാണ്. അപ്പൊ നോറയാണെങ്കിൽ എപ്പോഴും സംസാരിക്കുന്നത് പോലെ തന്നെ, അല്ല നീ എന്തിനാ വെറുതെ ഈ ഒരു ജോലിയിൽ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പോലീസ് ജോലിയിലേക്ക് തന്നെ പോയിക്കൂടെ, കാരണം ആ ഒരു ജോലി നിന്റെ ഡ്രീമാണ്, അതുകൊണ്ടാണ് അത് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കേൾക്കുന്നത് നമ്മുടെ വില്ലനായാലും ആ ഒരു ഇയർഫോണിലൂടെ അവൾ പറയുന്നതെല്ലാം കേൾക്ക്, സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടി എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹീറോ, ഹേയ് നീ പറയുന്നത് കേൾക്കാനായിട്ടല്ല ഞാൻ നിൽക്കുന്നത് എന്നിങ്ങനെ ദേഷിച്ച് വില്ലനോട് പറയും. പക്ഷേ അത് കേൾക്കുന്നത് മുന്നിലിരിക്കുന്ന നമ്മുടെ ഹീറോയിൻ ആയതുകൊണ്ട് അവൾ വിചാരിക്കും അവളോടാണെന്നും പറഞ്ഞിട്ട് അവൾ നല്ലതുപോലെ വിഷമിക്കും. അപ്പോൾ ഹീറോ പറയും, അല്ല സോറി, ഞാൻ അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് എലന ഉണ്ടല്ലോ അവരിപ്പോൾ ഈ ഒരു എയർപോർട്ടിലേക്ക് വിളിച്ചിട്ട് ഇവിടെയുള്ള എല്ലാം സ്റ്റോപ്പ് ചെയ്ത് എല്ലാവരെയും നല്ലതുപോലെ പരിശോധിക്കാനായിട്ട് പറയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ നിൽക്കുന്ന ആ ഒരു ഭാഗവും സ്റ്റോപ്പ് ചെയ്യുന്നു. ഹീറോയ്ക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ വില്ലൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈതൻ പറയും, ഇല്ല എനിക്കറിയത്തില്ല, അതുമല്ല അവിടെയുള്ള എല്ലാ സെക്യൂരിറ്റികൾക്കും ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഉൾപ്പെടെ എല്ലാവരും ആ ഒരു റൂമിനകത്തേക്ക് വിളിച്ചു കയറ്റാണ്. അതുമല്ല നമ്മുടെ വില്ലന്മാർക്കാണെങ്കിൽ ഇപ്പോൾ ഹീറോ നിൽക്കുന്ന ആ ഒരു റൂമിനകത്ത് ക്യാമറ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറോ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയത്തില്ല. പക്ഷെ നമ്മുടെ മെയിൻ വില്ലനെ ഇവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കഴിയും, കാരണം അവൻ്റെ ചെവിയിൽ ആ ഒരു ഇയർബഡ് വെച്ചേക്കല്ലേ. അപ്പോഴേക്കും നമ്മുടെ ഹെഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ എയർപോർട്ടിനകത്ത് എന്തോ സംശയാസ്പദമായിട്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നു, അതുകൊണ്ട് നമ്മൾ സംശയിക്കുന്ന കുറച്ച് പേരുടെ ബാഗുകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ ചീഫ് ഇങ്ങനെ പറയുന്നതും ഇവിടെയാണ് നമ്മുടെ ഈതൻ അവന്റെ രീതിയിൽ ഒരു ഐഡിയ ചിന്തിച്ച്
അതിനു വേണ്ടിയിട്ട് ഹീറോ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് നേരത്തെ ആ ഒരു ബയോ വെപ്പൺ കൊണ്ടുപോയ ആവർത്തനുണ്ടല്ലോ അവന്റെ ബാഗിൽ അവന്റെ പേരുണ്ടായിരുന്നു, അതേപോലെ തന്നെ ബോർഡിംഗ് പാസ് നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹീറോയ്ക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഇപ്പൊ അവർ ചീഫ് ആരെയൊക്കെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നതെന്നൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, ആ ഒരു ലിസ്റ്റിൽ അവന്റെ പേരും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ ഈ ഒരു കാര്യം നമ്മുടെ വില്ലൻ ടീമിനും കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എന്തായാലും അവനെ പിടിക്കാൻ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ അവന്റെ ക്യാബിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി. ആ ഒരു സമയത്താണ് നമ്മുടെ വില്ലൻ പെട്ടെന്ന് ഈതനോട് ചോദിക്കുന്നത്, ഈതൻ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ, ഇല്ല എൻ്റെ ആളിനെ ചെക്ക് ചെയ്യാനായിട്ട് വിളിച്ചോണ്ട് പോയി, നീ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അത് റാൻഡമായിട്ട് എല്ലാവരും സെലക്ട് ചെയ്യുന്നതാണ്, അതിലെനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു ഇയർഫോൺ ഉണ്ടല്ലോ അത് വലിച്ചങ്ങ് ഊരാണ്. അപ്പോൾ നമ്മുടെ വില്ലൻ പറയുന്നുണ്ട് അതെടുത്ത് ചെവിയിൽ വെക്കാം. പക്ഷെ നമ്മുടെ ഹീറോ പറയും പോടാ വാടുവാ എന്നും പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ നല്ല വേഗതയിൽ ഓടുകയാണ്. എന്തായാലും ഹീറോ എവിടേക്കാണ് പോകുന്നതെന്ന് വില്ലൻ അറിയാം. നമ്മുടെ ഓക്കെ അവളുടെ കഥ അങ്ങ് തീർത്തേക്ക് നേരെ മുകളിലേക്ക് പോകാനായിട്ട് പറയുമ്പോൾ ആ ഒരു വാനിലിരിക്കുന്നവനുണ്ടല്ലോ അവനാണെങ്കിൽ ആ ഒരു വാൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും നേരെ മറ്റൊരു ഭാഗത്തേക്ക് വരികയാണ്. നമ്മുടെ ഹീറോയും വർക്ക് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കാർ കൊണ്ട് വരുന്നു. ഹീറോ ആണെങ്കിൽ നല്ല വേഗതയിൽ ഓടിയിട്ട് എങ്ങനെയെങ്കിലും ഹീറോയിനെ രക്ഷിക്കണം. ഓടി അവളുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ പറയുന്നത് കേൾക്ക്, ഇപ്പൊ എന്തായാലും എന്നോടൊപ്പം വാ, നേരത്തെ ഞാൻ പറഞ്ഞതല്ല സോറി എന്ന് പറയുമ്പോൾ അവൾ പറയും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും ഇല്ല അങ്ങനെയില്ല ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ച് കുറച്ച് ദൂരം നടന്നു വരുമ്പോൾ തന്നെ അവളിങ്ങനെ പിടിച്ച് നിർത്തുകയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഈ ഒരു കാര്യം പറയാനായിട്ട് വരുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ ആ ഒരു വാനിലുള്ളവൻ വാൻ അവിടേക്ക് കൊണ്ട് നിർത്തി അതിൽ നിന്നും ഒരു സ്നൈപ്പർ എടുത്ത് വെളിയിലേക്ക് വെച്ചിട്ട് ഹീറോയിന്റെ തലയിലേക്ക് എയിം ചെയ്തിങ്ങനെ നിൽക്കാണ്. അതുപോലെ ആ ഒരു ലേസർ ലൈറ്റ് നമ്മുടെ ഹീറോയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈതൻ നല്ല രീതിയിൽ വിഷമിച്ചിട്ട് ആ ഒരു ഹെഡ്ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെക്കുമ്പോഴത്തേക്കാണ് വില്ലൻ പറയുന്നത് ഓക്കെ ഇപ്പോൾ നോറയുടെ തല പൊട്ടിച്ചിതറണ്ടെന്നുണ്ടെങ്കിൽ അവളോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ പതിയെ പുറകിലേക്ക് പോകും എന്ന് പറയുന്നതും ഈതൻ ഇപ്പോൾ വേറെ വഴിയില്ല അത് ചെയ്തേ പറ്റൂ. നേരത്തെ നമ്മുടെ ഹീറോയിനോട് കുറച്ച് റൂഡായിട്ട് തന്നെ പെരുമാറി ഇപ്പോഴും അതുപോലെ തന്നെ കാണിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നില്ല ഇവൻ എന്താണ് കാണിക്കുന്നതെന്ന്. പക്ഷെ ഹീറോയ്ക്കല്ലേ കാര്യം അറിയത്തുള്ളൂ, അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവൻ പതിയെ പുറകിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ ആ ഒരു വില്ലൻ്റെ അടുത്തേക്ക് ബാത്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും വില്ലൻ നല്ലതുപോലെ ഹീറോ അടിക്കുന്നുണ്ട്. നിന്നോട് എത്ര പറഞ്ഞാലും നീ കേൾക്കത്തില്ല, ഇതുകൊണ്ടാണ് നിന്നെ പോലീസിൽ സെലക്ട് ചെയ്യാതെ എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയെ ഒരുപാട് അടിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഹീറോ തിരിച്ചടിക്കുന്നില്ല. അതെന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ വില്ലൻ അവനെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു സമയത്ത് വില്ലന്റെ പോക്കറ്റിലിരുന്ന ഒരു പ്ലാസ്റ്റിക് തോക്കുണ്ട് അത് പെട്ടെന്ന് പുറത്തെടുക്കും. എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ എയിം ചെയ്യുമ്പോഴത്തേക്കും വില്ലൻ പറയും ഈതൻ നീ എന്നെ ഒന്നും ചെയ്തില്ല എന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ മറ്റൊരു വശത്തേക്ക് ഷൂട്ട് ചെയ്തിട്ടാണ്. ഇപ്പോഴോ അപ്പോൾ വില്ലൻ പറയും ഓക്കെ ശരി ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നോറയെ ഇവിടെ നിന്ന് സേഫ് ആക്ക്, ആ സ്നൈപ്പറിനോട് അവിടെ നിന്ന് പോകാൻ പറ. അപ്പോൾ വില്ലൻ പറയും ഓക്കെ ശരി ഞാൻ ചെയ്യാം, എനിക്കതിനെ എൻ്റെ ഫോൺ എടുത്ത് അവനെ വിളിച്ചു പറയണം എന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ഇപ്പോൾ ഇവനൊരു കാര്യം ചെയ്യുന്നു. വേറെ ഒന്നുമല്ല, ആ ഒരു ബാഗിനുള്ളിലെ ആ ഒരു ബയോ വെപ്പൺ ഉണ്ടല്ലോ അതിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാണ് അത് അവൻ്റെ ഫോൺ വഴി. എന്നിട്ട് അതെടുത്ത് ഹീറോയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് പറയുന്നത് ദേ ഇത് നോക്ക്, ഇനി 9 മിനിറ്റ് മാത്രമേ ഉള്ളൂ, അതിനു മുന്നേ ഞാൻ പറയുന്നത് നീ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിമാനത്തിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് വെറും 250 പേരെയാണ്. പക്ഷെ ഈ ഒരു എയർപോർട്ടിനകത്ത് എത്ര പേരുണ്ടെന്ന് അറിയാലോ, 10,000 ആളുകളുണ്ട്. അവരെല്ലാവരും ഒറ്റ നിമിഷം കൊണ്ട് തന്നെ മരിക്കും, നീ നിന്റെ കാമുകി പിന്നെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും. അപ്പോൾ ഹീറോ പറയുമില്ല ഞാൻ നിന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എല്ലാവരും മരിക്കട്ടെ. അപ്പോൾ ഹീറോ ചോദിക്കും ശരി ഓക്കെ നീ പറയുന്നത് പോലെ തന്നെ ഞാൻ കേൾക്കാം, ഇത് ഓഫ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വില്ലൻ പറയും ഇത് ഫോൺ ഉപയോഗിച്ച് തന്നെ എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയത്തില്ല, മാനുവലായിട്ട് തന്നെ ഇത് റീസെറ്റ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കേട്ട് നീ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടിപ്പോയിക്കോ, ഇനി ഒട്ടും താമസിക്കരുത്, അതുമല്ല ആ ഒരു തോക്ക് വേണമെങ്കിൽ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആ ഒരു തോക്കും കൊണ്ട് അങ്ങനെ ഓടുകയാണ്. കാണിക്കുമ്പോഴത്തേക്കും ഈ ബാഗ് കൊണ്ട് പോയവർത്തുണ്ടല്ലോ അവനെ ആ ഒരു ചീഫ് ഒരു മുറിയിലകത്തേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ ബാഗ് ഇങ്ങനെ പരിശോധിക്കാണ്. അതല്ല ആ ഒരു ബാഗിന്റെ ലോക്ക് നമ്പർ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറയുന്നു. അവനാണെങ്കിലോ പതിയെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഹീറോ ഓടി ചെന്നിട്ട് ആ ഒരു ഡോർ തുറന്ന് ഈ ഒരു തോക്കെടുത്ത് നമ്മുടെ ചീഫിനെ നേരെ വെച്ചിട്ടാണ് ചീഫ് ഇപ്പോൾ മാറിയേ പറ്റൂ, എനിക്കിതല്ലാതെ വേറെ വഴിയില്ലാന്ന് പറയുമ്പോൾ അതേസമയം നമ്മുടെ വില്ലൻ ഇതിനോട് പറയും ആലോചിച്ച് നിൽക്കണ്ട അയാളെ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഹീറോയെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ അവർ ചീഫായാലും പറയുന്നുണ്ട് ഈതൻ നിന്റെ അവസ്ഥ എനിക്കറിയാം, ഇപ്പോൾ നീ ഒന്ന് സമാധാനപ്പെടുന്നു പറയുമ്പോൾ അവൻ പറയും ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈതൻ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അവൻ തോക്കങ്ങ് താഴെ വെക്കുന്നതും ആ അടുത്ത് നിന്ന് തൊപ്പിക്കാരനുണ്ടല്ലോ അവനൊരു പേനെടുത്ത് ആ ഒരു ചീഫിന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്, അങ്ങനെ കുത്തുകൊണ്ട് താഴേക്ക് വീഴുമ്പോഴത്തേക്കും അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ അയാൾ അവിടെ വെച്ച് മരിച്ചു പോവാണ്. അങ്ങനെ ഹീറോ ദേഷ്യം കാരണം ആ ഒരു തൊപ്പിക്കാരനെ പിടിച്ച് ഇടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് എനിക്ക് വേറെ വഴിയില്ല, എൻ്റെ ഹസ്ബൻഡിനെ അവർ പിടിച്ചു വെച്ചേക്കാണെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ആ ഒരു വാനിനകത്ത് ഒരു തന്നെ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ അത് ഇവന്റെ ഹസ്ബൻഡാണ്, ഈ ഒരു ഗേ കപ്പിൾസ് ആണ്, അതുകൊണ്ടാണ് ഇവനും ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ബോംബ് റീസെറ്റ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വില്ലൻ ആദ്യം ആ ഒരു ബാഗ് തുറക്കാൻ പറയും. തുറക്കുമ്പോഴത്തേക്കും ആ ഒരു ബയോ വെപ്പൺ ഇങ്ങനെ കാണുന്നു. അത് ഇത് തുറക്കുന്നത് സ്റ്റെപ്പ് ആയിട്ടാണ്. ആദ്യം
അതിന്റെ മുകളിലുള്ള ആ 2 ഭാഗം കൈ ഉപയോഗിച്ചിട്ട് ആന്റി ക്ലോക്ക് വൈസിൽ തിരിക്കാൻ പറയും. അങ്ങനെ തിരിക്കുമ്പോഴത്തേക്കും ഇത് ഓപ്പണായി. അത് കഴിഞ്ഞിട്ട് അത് മുകളിലേക്ക് കൊണ്ടുവന്ന് അതിനകത്തുള്ള ആ ഒരു ട്യൂബ് ഉണ്ട്, അത് പതിയെ മുകളിലേക്ക് എടുക്കാൻ പറയുമ്പോൾ അതുപോലെ തന്നെ മുകളിലേക്ക് എടുക്കുന്നു. നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു സ്വിച്ച് ഉണ്ട്. ആ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്താലേ ഇത് റീസെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഹീറോ വിരലിട്ട് നോക്കുമ്പോഴത്തേക്കും അത് പ്രസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോഴേക്കാണ് ഒരു പേൻ എടുത്തിരിക്കുന്നത്. ആ ഒരു പേൻ എടുത്ത് കുത്തിയാലേ അത്. അങ്ങനെ ഇവർ ശ്രമിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈതന് ഇഷ്ടമല്ലാത്ത റൊണാൾഡോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസറുണ്ട്. അവൻ ഇപ്പോൾ ഈ ഒരു ഡോറിന് വെളിയിൽ വന്നിങ്ങനെ ഈതൻ ഡോർ തുറക്കെന്ന് പറയുമ്പോൾ ഇവർക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേസമയം ആ ഒരു തൊപ്പിക്കാരനല്ലോ, അവൻ പെട്ടെന്ന് ഈതന്റെ കയ്യിൽ ആ ഒരു തോക്കെടുത്ത് അവന് ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് വരികയാണ്. അപ്പോഴേ ഹീറോ പറയും, ഏയ് സമാധാനപ്പെട്, ഞാനത് നോക്കിക്കോളാം, നീ എന്തായാലും മാറി നിൽക്കെന്നും പറഞ്ഞിട്ട് അവനെ ഒളിപ്പിച്ച് നിർത്തി. ഇപ്പൊ ഈ ഒരു ബോംബ് റീസെറ്റ് ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ അത് വീണ്ടും അടച്ചു വെച്ച് നമ്മുടെ ഹീറോ അത് പരിശോധിക്കുന്നത് പോലെ ഇവൻ എവിടെ ഇരുത്തി മരിച്ചുപോയ ചീഫിനെ അവിടെ നിന്ന് മാറ്റി അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഡോർ പെട്ടെന്ന് വന്ന് തുറക്കുന്നതും അവന് സംശയമില്ലാത്ത രീതിയിൽ അകത്തേക്ക് വന്നിട്ട്, ഏയ് നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ അവനെ പരിശോധിക്കായിരുന്നു, ചീഫ് പറഞ്ഞിട്ടാ ചെയ്യുന്നേ എന്ന് പറയുമ്പോൾ അവൻ പറയും, ഓക്കെ ഞാൻ എന്തായാലും പോവാണെന്ന് പറഞ്ഞിട്ട് അവനും എന്തോ ഒരു സംശയത്തോടെ തന്നെ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അതേസമയം ആ ഒരു ഹോംലാൻഡ് സെക്യൂരിറ്റി അതേപോലെ തന്നെ ആ ഒരു ഏജന്റ് ലേഡി ഇവർ രണ്ടൊരു കാറിൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് അവളുടെ ആ ഒരു സഹായി ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് എലന എന്ന് പറഞ്ഞ ലേഡിയെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അവരുടെ മുഖം പെട്ടെന്നങ്ങ് മാറുന്നു. വേറെ ഒന്നുമല്ല, ആ ഒരു ഹോംലാൻഡ് സെക്യൂരിറ്റി ഏജന്റ് ഉണ്ടല്ലോ, അയാൾ ഇപ്പോഴാണ് ഇവരുടെ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കൂടെ ഉള്ളത് ആരാണ്? അത് ഫേക്ക് ആയിട്ടുള്ള ആ വില്ലന്റെ ആളായിരുന്നു. ഇത് മനസ്സിലാക്കുന്നതും നമ്മുടെ എലന പെട്ടെന്ന് തോക്കെടുത്തിട്ട് അവരെ നിറകാനെ ചൂണ്ടിയിട്ടാണ്, ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ ഒരിക്കലും ആ ഒരു സെക്യൂരിറ്റി ഏജന്റ് അല്ലാന്ന്. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ കാറിന്റെ സ്പീഡ് ഇങ്ങനെ കൂട്ടുകയാണ്. എന്നിട്ട് പറയും, ഓ അപ്പോൾ ഈ ഒരു ഹൈവേയിൽ ഇത്ര സ്പീഡിൽ പോകുന്ന എന്നെ നീ ഷൂട്ട് ചെയ്യാൻ പോകണോ? എന്താ സംഭവിക്കുന്നത് നിനക്കറിയാലോ എന്നിങ്ങനെ പറയുന്നതും എലന പെട്ടെന്ന് ആ ഒരു സീറ്റ് ബെൽറ്റ് അഴിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ഇവര് രണ്ടുപേരും കൂടി ആ ഒരു കാറിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യാണ്. സത്യം പറയാലോ ഒരു 1.5 ഫൈറ്റ്. അതുമല്ല ഈ ഒരു സീൻ അവർ എങ്ങനെ എടുത്തെന്നാണ് ക്യാമറ കറങ്ങി വരുന്ന ആ ഒരു വരക്കുണ്ട്. ഇതെങ്ങനെ കൊണ്ടുപോയി, ഇനി VFX ആണോ ഇനി എന്തെങ്കിലും പുതിയ ടെക്നിക്കാണോ ഒന്നും അറിയത്തില്ല. എന്നിരുന്നാലും ഒരു 1.5 ഫൈറ്റാണ്. അതിനിടയിൽ ഈ ഒരു കാർ ആക്സിഡന്റ് ആയിട്ട് അത് തലകീഴായിട്ട് മറിഞ്ഞ് എലന മാത്രം എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് മറ്റൊരു കാർ വിളിച്ച് അത് കഴിഞ്ഞ് പോലീസാണെന്നെല്ലാം പറഞ്ഞിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഈതൻ ആ ഒരു ബയോ വെപ്പണുള്ള ബാഗ് ഉണ്ടല്ലോ അതും എടുത്ത് നേരെ വിമാനത്തിനകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ പോവാണ്. അതുമല്ല ആ ഒരു തൊപ്പിക്കാരനാണെങ്കിൽ പുറകെ തന്നെയുണ്ട്. അവനോടും ആ ഒരു വില്ലൻ ഇയർഫോൺ വഴി സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ അവനോട് ആ ഒരു വില്ലൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് ഈതനെ കൊല്ലാനായിട്ട് പറയും. അവൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവന്റെ പാർട്ണറിനെ വെച്ച് തന്നെ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്റെ പാർട്ണറിന് വേണ്ടിയിട്ട് അവൻ എന്തായാലും അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അവൻ പെട്ടെന്ന് തോക്കെടുത്ത് നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ ഈതൻ അവിടെയുള്ള ഒരു കണ്ണടിയിലെ ഈ ഒരു കാര്യം കണ്ടിട്ട് പെട്ടെന്ന് അവൻ തടഞ്ഞ് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു പാസഞ്ചേഴ്സിന്റെ ബാഗും കാര്യങ്ങളും ഒരു ട്രാക്കിലൂടെ ഇങ്ങനെ പോകുമല്ലോ, അതിലേക്കെല്ലാം മറിഞ്ഞു വീണ് ഒരുപാട് നേരം ആ ഒരു ഫൈറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒരു വിധത്തിൽ വെളിയിലേക്ക് ഓടി പോകുമ്പോൾ ഇവൻ പുറകെ വന്നിട്ട് 1-2 തവണ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്ത് അവസാനം ആ ഒരു തോക്ക് തിരിച്ച് ഫയർ ആയിട്ട് അതിൽ നിന്നൊരു ബുള്ളറ്റ് തെറിച്ച് അവന്റെ കഴുത്തിലേക്ക് തന്നെ കൊള്ളുന്നതും അവൻ താഴേക്ക് വീഴുന്നു. അങ്ങനെ അടുത്തേക്ക് വന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഇനി വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവനും വേറെ വഴിയില്ലാതെ തന്നെ ചെയ്തത്. അങ്ങനെ ആ ഒരു തൊപ്പിക്കാരൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന്റെ ആ ഒരു ഫോൺ എടുത്ത് ഫേസ് അൺലോക്ക് എടുത്തിട്ട് ആദ്യം തന്നെ നമ്മുടെ നോറയെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അവള് ജോലിയിൽ ബിസി ആയതുകൊണ്ട് ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഇവൻ ആരെങ്കിലും സഹായത്തിന് വേണം. അതാരാണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് രാവിലെ ആ ഒരു നോട്ടീസ് കൊടുത്ത എറിക്കെന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ അവനുണ്ട്. ഇപ്പൊ അവന്റെ ഫോൺ നമ്പർ എടുത്ത് അവനൊരു മെസ്സേജ് അയക്കുന്നു, ഇതേപോലെ ഞാനാണ് ഈതൻ, നോർ അപകടത്തിലാണ്, സ്നൈപ്പർ ഉണ്ട്, എയർപോർട്ടിൽ ഒരു അപകടം നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ റെഡി ടെഡി എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് നോറയെ കാണിക്കാൻ പറയുമ്പോൾ അതേസമയം തന്നെ ഇവിടെ എയർപോർട്ടിനകത്തേക്ക് നമ്മുടെ ഏലന കയറി വന്നിട്ട് ചീഫിനെ തിരക്കുമ്പോഴത്തേക്കും ചീഫ് എവിടെയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് 7 അത് ക്ലോസ് ചെയ്യാൻ പറയും. അതേപോലെ തന്നെ ഈതൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ റൊണാൾഡിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. കാരണം രാവിലെ മുതൽ തന്നെ റൊണാൾഡിന്റെ മുഖം ഒരു വല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈതനിരുന്ന ആ ഒരു ചെക്ക് പോയിന്റ് 7 ഉണ്ടല്ലോ അത് മാത്രം ക്ലോസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. കാരണം ഇത്രയും വലിയൊരു എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ ഭാഗവും ക്ലോസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതേസമയം തന്നെ ഇവിടെ നമ്മുടെ ഹീറോയുടെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് വില്ലൻ ഇപ്പോ അവിടേക്ക് വന്നു. എന്നിട്ട് ഹീറോയെ ഷൂട്ട് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ വില്ലൻ ഇവിടേക്ക് വരുമ്പോൾ തന്നെ വേറൊരു സെക്യൂരിറ്റിയെ കൊന്ന് അവന്റെ തോക്കെടുത്തിരുന്നു. എന്നിട്ട് ഹീറോയെ ഷൂട്ട് ചെയ്യുമ്പോൾ ഹീറോ ഓടാണ്. അപ്പോൾ വില്ലൻ പറയുന്നുണ്ട്, ഹേയ് ഈതൻ, നിനക്ക് എത്ര ദൂരം ഓടാൻ കഴിയും? ഒരിക്കലും കഴിയത്തില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ആ ഒരു പെട്ടി എനിക്കിതാ ഇതിങ്ങനെ പറയുമ്പോൾ ഈതനായാലും ഓടി ഒരിടത്തേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചന നിൽക്കാണ്. കാരണം വില്ലന്റെ ഫോണിൽ GPS ട്രാക്കർ ഉണ്ട്, ഈ ഒരു ബോക്സിൽ GPS ട്രാക്കർ ഉണ്ട്.
അത് അവന്റെ ഫോൺ ഉപയോഗിച്ച് ഈ ഒരു പെട്ടിയുടെ അടുത്തേക്ക് അവൻ അത് ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു പെട്ടി എവിടെയാണെന്ന് അവനെ കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ മറ്റൊരു പെട്ടി നമ്മുടെ ഈതൻ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വില്ലൻ ആ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു പെട്ടി എവിടെയാണെന്ന് GPS നോക്കി ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആ ഒരു പെട്ടി ഇരിക്കുന്നു. അതിന്റെ മുകളിൽ ഒരു ചുവന്ന റിബൺ കെട്ടിയിട്ടുണ്ട്. അത് ആൾറെഡി ആ ഒരു പെട്ടിക്കകത്തുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു പെട്ടി എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഇയർഫോണും അവിടെ തന്നെയുണ്ട്. അപ്പൊ തന്നെ ആ ഒരു വില്ലന് മനസ്സിലായി ഈതൻ എന്തായാലും രക്ഷപ്പെട്ടെന്ന്. ഓക്കെ, അതെന്തായാലും പോട്ടെ, വില്ലൻ എന്തായാലും പെട്ടി കിട്ടിയല്ലോ, അത് മതി. അങ്ങനെ ആ ഒരു പെട്ടിയെടുത്ത് വില്ലൻ അവിടെ നിന്ന് പോകുന്നതും ഇവിടെ എറിക്ക് നോറയുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു മെസ്സേജ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് നോറയ്ക്ക് മനസ്സിലാവുന്നത് ഓക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ മുതൽ അവൻ അങ്ങനെ നടന്നത്. അല്ല, ഈ ഒരു റെഡി ടെഡി അതെന്താണെന്ന് ഇങ്ങനെ വായിച്ച് നോക്കുമ്പോഴത്തേക്കും വിളിയിൽ ആ ഒരു വാൻ ഇങ്ങനെ വരുന്നു. വേറെ ഒന്നുമല്ല, ആ ഒരു സൈക്കോ വില്ലൻ ഉണ്ടല്ലോ, അവനിപ്പോ നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് വരികയാണ് വില്ലൻ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു വാനിന്റെ പേരാണ് റെഡി ടെഡി എന്ന്. ഈ ഒരു പേര് കാണുന്നതും ഇവർക്ക് മനസ്സിലായി എന്തോ സംതിങ് ആയിട്ട് നടക്കുന്നുണ്ട്. രണ്ടുപേരും നടന്നിങ്ങനെ പോകുമ്പോൾ ആ ഒരു വില്ലൻ പെട്ടെന്ന് തോക്കെടുത്തിട്ട് അവളെ കൊല്ലാനായിട്ട് വരികയാണ്. ഇത് കാണുന്നതും നമ്മുടെ എറിക്ക് നോറയോട് പറയും, നോറ നീ പോയിക്കോ, അവന്റെ കാര്യം ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ഹേയ് എന്താ തോക്കുമായിട്ട് അകത്തേക്ക് വരുന്നേ എന്ന് പറയുന്നതും ആ ഒരു വില്ലൻ അടുത്തേക്ക് വന്ന് ഇവന്റെ ദേഹത്തേക്ക് ഒരു ഒറ്റ കുത്ത്. എന്താണെന്ന് വെച്ചാല് ഇവന്റെ ദേഹത്തും ആ ഒരു വിഷം ഉണ്ടല്ലോ അത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എറിക്ക് നേരെ താഴേക്ക് വന്ന് വീഴുന്നതും ഈ ഒരു വില്ലൻ ഹീറോയിന്റെ പുറകെ തന്നെ പോവാണ്. ഹീറോയിൻ ആണെങ്കിൽ ഈ ഒരു എയർപോർട്ടിന്റെ താഴേക്ക് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ഓടുന്നു. അപ്പോൾ വില്ലൻ ആയാലും അവന്റെ വാൻ എടുത്തിട്ട് ഹീറോയിന്റെ പുറകെ തന്നെ വരികയാണ്. ഓടിച്ചോടിച്ച് ഹീറോയിൻ ഇടിക്കുമോ എന്നുള്ളൊരു അവസ്ഥയിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് മറ്റൊരു കാർ കുറേ വരുമ്പോൾ അതിലേക്ക് ഇടിച്ച് ഹീറോയിൻ രക്ഷപ്പെടും. അങ്ങനെ ഹീറോയിൻ അവിടെ ഒരിടത്ത് ഒളിച്ചിരിക്കുമ്പോൾ വില്ലൻ തോക്കും എടുത്തിട്ട് അവളെ കൊല്ലാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങും. ആ ഒരു സമയത്ത് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അയാളോട് പറയുന്നുണ്ട് ഹീറോയിൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അയാൾ അതൊന്നും കേട്ടില്ലായിരുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഈതന്റെ അടുത്തേക്ക് എലന വന്നിട്ട് പെട്ടെന്ന് ഹേയ് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി, നീ എന്തായാലും ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഈതന്റെ കയ്യിൽ വിലങ്ങിടുന്നതും ഈതനിപ്പോ നോറയെ രക്ഷിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് തന്നെ ഇവരെ തള്ളിക്കളഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ ഈതൻ പറയുന്നുണ്ട് വൈറ്റ് കളർ ബ്ലാക്ക് തൊപ്പി, ഒരു അമേരിക്കൻ റെഡ് കളറിലെ റിബൺ കെട്ടിയ ഒരു ബാഗ് അവന്റെ കയ്യിലുണ്ട്, അതേപോലെ തന്നെ അവൻ കയറാനുള്ള ആ ഒരു ഫ്ലൈറ്റിന്റെ നമ്പരും അതുൾപ്പെടെ എല്ലാം പറഞ്ഞിട്ട് അവനൊരു ടെററിസ്റ്റ് ആണ്, അതൊരു ബയോ വെപ്പണാണെന്നെല്ലാം പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഓടി ഇങ്ങനെ പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ വില്ലൻ ഉണ്ടല്ലോ അവനിപ്പോ ഹീറോയിനെ കൊല്ലാറായി അടുത്തേക്ക് എത്തി. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അടിച്ചിട്ട് അവനെയും തള്ളിക്കളഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഓടുകയാണ്. അവൻ പറയുന്നുണ്ട് മറ്റൊരു സൈഡിലൂടെ നമ്മുടെ ഹീറോ ഓടി വരുന്നു. ഓടി ഓടി അവസാനം രണ്ടുപേരും അടുത്തേക്ക് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ആ ഒരു സൈക്കോ പുറകെ കൂടെ തന്നെ വരുന്നുണ്ട് തോക്കുമുണ്ട്. പക്ഷെ പെട്ടെന്ന് ഫയർ ആവുന്നൊരു ശബ്ദം കാണിക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല, ഈ ഒരു വില്ലൻ തന്നെ പിടിച്ചു വെച്ചിരുന്ന ആ ഒരു റെഡ് കളർ തൊപ്പിയുള്ള അവന്റെ കാമുകനുണ്ടല്ലോ, അവന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ടല്ലോ, അവനായിരുന്നു അത്. അങ്ങനെ അവന്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോ വരുമ്പോഴത്തേക്ക് അവൻ ചോദിക്കും അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇല്ല, അവനെ രക്ഷിക്കാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അവൻ മരിച്ചുപോയെന്ന് പറയും. അപ്പോഴേക്കും അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ജോലിയെല്ലാം കഴിഞ്ഞ് DC-യിൽ നിന്നും അവൻ തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് എന്ത് DC-യോ അല്ല, അവർ പോകുന്നത് ന്യൂയോർക്കിലേക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവർക്ക് 2 ടിക്കറ്റ് ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നതും അവിടെയാണ് ഒരു ടെസ്റ്റ്, വേറെ ഒന്നുമല്ല അവന്റെ കയ്യിൽ 2 ടിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോ വിചാരിച്ചത് ആ ഒരു വില്ലൻ ഈ ഒരു ബയോ വെപ്പണുമായിട്ട് പോകുന്ന ആ ഒരു വിമാനം പോകുന്നത് ന്യൂയോർക്കിലേക്കാണ്, അതുകൊണ്ട് ആ ഒരു വിമാനത്തിലായിരിക്കും അവനുണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു എലന എന്ന് പറഞ്ഞ ലേഡി ഉണ്ടല്ലോ അവർക്ക് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഇപ്പൊ അവൻ DC-യിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം അറിയുന്നതും ഓക്കെ എന്തായാലും അവനെ തടഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ ഹീറോ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വില്ലന്റെ അടുത്ത് കാണിക്കുമ്പോൾ മുടിയെല്ലാം നീല കളർ ചെയ്ത ഒരു പെണ്ണുണ്ടല്ലോ, അവൾ ഈ ഒരു വില്ലന്റെ ആളായിരുന്നു. അവള് പെട്ടെന്ന് അവളുടെ ടിക്കറ്റ് ആ ഒരു വില്ലനായിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതും വില്ലൻ ആ ഒരു ബാഗും എടുത്ത് അവിടെ നിന്നും DC-യിലേക്കുള്ള ആ ഒരു വിമാനത്തിലേക്ക് കയറാണ്. ഈ DC എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC ഉണ്ടല്ലോ, അതാണ്. അങ്ങനെ അവനായാലും ആ ഒരു ക്യൂവിൽ പോയി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് കയറാനായിട്ട് ഒരു കുഞ്ഞു അമ്മയുണ്ട്. പക്ഷെ ഈ ഒരു കാര്യമൊന്നും അറിയാതെ നമ്മുടെ എലന പോലീസുകാരെല്ലാം വിളിച്ചിട്ട് ന്യൂയോർക്കിലേക്ക് പോകുന്ന ആ ഒരു വിമാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതേസമയം നമ്മുടെ വില്ലനെ കാണിക്കുമ്പോൾ വില്ലനാണെങ്കിലും ആ ഒരു വിമാനത്തിലേക്ക് കയറി അവന്റെ പെട്ടിയും കൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ എവിടെയാണെന്ന് കാണിക്കപ്പെടുത്തേക്കാണ് ഇവർക്കും അവനെ എന്തായാലും തടഞ്ഞേ പറ്റും. ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ഒരു 1.5 പണി വില്ലന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ആ ഒരു വില്ലൻ വിമാനത്തിലേക്ക് കയറിയിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു പെട്ടി അതിനുള്ളിലേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അത് കുറച്ച് വലുതാണ്. അപ്പോഴേക്കും അവർ എയർഹോസ്റ്റ് വന്നിട്ട് സാർ നിങ്ങളുടെ പെട്ടി അതിനകത്തേക്ക് കയറത്തില്ല എന്ന് പറയുമ്പോൾ വില്ലൻ പറയില്ല, ഞാൻ കറക്റ്റ് അളവിനാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നത്. ഇല്ല സാർ, അതൊരിക്കലും അവിടേക്ക് വെക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് അത് കാർഗോയിൽ കൊണ്ടുവയ്ക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹീറോ ചെയ്ത ആ ഒരു കാര്യം വേറെ ഒന്നുമല്ല, വില്ലൻ ആ ഒരു പെട്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ മറ്റൊരു പെട്ടിയിലാണ് നമ്മുടെ ഹീറോ ആ ഒരു ബയോ വെപ്പൺ മാറ്റി വെച്ചു കൊടുത്തത്. അതുകൊണ്ട് പെട്ടിയുടെ വലിപ്പം വലുതായതുകൊണ്ട് തന്നെ വില്ലന്റെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് പെട്ടി വയ്ക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് അത് കാർഗോ ഭാഗത്തേക്ക് മാറ്റും. അതുമല്ല ആ ഒരു പെട്ടിയിൽ ഒരു ബാർകോഡും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബാർകോഡ് ഇവർ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഹീറോയ്ക്കും ഹീറോയിനും ഈ ഒരു കാര്യം അറിയാൻ കഴിയും, അത് ഏത് ഫ്ലൈറ്റിലാണ് ഉള്ളതെന്ന്. അപ്പോൾ ഹീറോയിൻ പറയും ശരി എന്തായാലും നമുക്കത് എവിടെയാണെന്ന് മനസ്സിലായല്ലോ, ആ ഒരു ഫ്ലൈറ്റ് അത് നിർത്താൻ പറയാന്ന് പറയുമ്പോൾ ഹീറോ പറയും അതൊരിക്കലും നടക്കത്തില്ല, കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫോൺ ഉപയോഗിച്ചിട്ട് അത് കൺട്രോൾ ചെയ്ത് അതെന്തായാലും ആക്ടിവേറ്റ് ചെയ്യും, അതുകൊണ്ട്
ഞാൻ ഒരു തവണ അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ പോയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോയിനോട് പറയും ശരി നീ എന്തായാലും പോയിട്ട് എലന എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവരോട് ഈ ഒരു കാര്യം പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോൾ അവിടെ നിന്നും ആ ഒരു ഫ്ലൈറ്റിലേക്ക് ഓടുകയാണ്. അതേസമയം എലനാണെങ്കിൽ ആ ഒരു ടെക് ബോയ് ഉണ്ടല്ലോ അവളെ സഹായിക്കുന്ന അവനോട് എന്തോ ഒരു കാര്യം തെറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോ വേഷം മാറി വന്ന ആ ഒരു ഏജന്റ് ഉണ്ടല്ലോ അവൻ ആരാണെന്ന് തിരക്കുമ്പോഴത്തേക്കും അവൻ ഇതിനു മുന്നേ അമേരിക്കൻ ആർമിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൻ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വില്ലനും ഒരു അമേരിക്കക്കാരനാണെന്ന് ഹീറോ പറഞ്ഞിരുന്നു. അതുപോലെ ഈ ഒരു ബയോ വെപ്പൺ വന്നിട്ടുള്ളത് റഷ്യയിൽ നിന്ന്. അപ്പോഴേക്കാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവരെന്താണ് കാര്യം തിരക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വില്ലൻ കയറിയിട്ടുള്ള ആ ഒരു ഫ്ലൈറ്റില് ഒരു ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ലേഡി ഉണ്ട്. അതുപോലെ ഈ ഒരു വെപ്പൺസ് ഡീലിംഗ് ഉണ്ടല്ലോ രാജ്യങ്ങൾ തമ്മിലുള്ള അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. അതുകൊണ്ട് തന്നെ ലീഗലായിട്ടുള്ള രീതിയിൽ വെപ്പൺസ് കൈമാറണം, ആ ഒരു രീതിയിലാണ് ഇവർ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് തമ്മിൽ ഇല്ലീഗലായിട്ട് വെപ്പണൊന്നും കടത്താനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു ലേഡിയെ ഇവർക്ക് കൊല്ലണം. അതും ചെയ്യാൻ പോകുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി റഷ്യയിൽ നിന്നും ഈ ഒരു ബയോ വെപ്പൺ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഫ്ലൈറ്റിലിട്ട് അത് തകർത്തു കഴിഞ്ഞാല് കുറ്റം മുഴുവൻ റഷ്യക്കാർക്കും. ഈ ഒരു കമ്പനിക്കാണെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അവർക്ക് ആയുധങ്ങളെല്ലാം ഇല്ലീഗലായിട്ട് തന്നെ ഒരുപാട് വിൽക്കാനും കഴിയും. അപ്പൊ ആ ഒരു പൊളിറ്റീഷ്യൻ ലേഡി ഉണ്ടല്ലോ അവരുടെ പേര് സാറ ടേണർ. നമ്മുടെ വില്ലനും അവരുടെ പുറകെ തന്നെ ഇരിപ്പുണ്ട്. അവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവൻ ശ്രമിക്കുന്നത്. അതേസമയം എലന എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ അവരാണെങ്കിലും ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ പിടിച്ചിട്ട് ആ ഒരു വിമാനം നിർത്താനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇവരത് നിർത്താൻ പറഞ്ഞ് ആ ഒരു വില്ലൻ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് അത് പൊട്ടിക്കും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോ നല്ല മാസായിട്ട് അവിടെ ഇങ്ങനെ ഓടിപ്പോവാണ്. ഓടിപ്പോയിട്ട് ആ ഒരു റൺവേ ഉണ്ടല്ലോ അവിടെ കിടക്കുന്ന ഒരു വണ്ടിയും എടുത്ത് ഈ ഒരു വിമാനത്തിന്റെ പുറകെ തന്നെ പോവാണ്. അതേസമയം ഇവിടെ ഈ ഒരു ലേഡി ആ ഒരു വിമാനം അവിടെ നിർത്താനായിട്ട് പറയുന്നതിന് മുന്നേ തന്നെ കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയാണ്. ഇതേപോലെ നിങ്ങൾ ഈ ഒരു ഫ്ലൈറ്റ് നിർത്തി കഴിഞ്ഞാൽ അവൻ എന്തായാലും ആ ഒരു ബോംബ് പൊട്ടിക്കും. ഈതൻ അത് തടയാനായിട്ട് അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയും അത്രയും വലിയൊരു ബോംബ് അവൻ എങ്ങനെയാ തടയാൻ പോകുന്നത്, അത് നിർത്താൻ അവനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അതെ ഇതിനു മുന്നേ ഒരു തവണ അവൻ അത് ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അവന് ചെയ്യാൻ കഴിയും എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഈ ഒരു വണ്ടിയെടുത്ത് ഹീറോ നേരെ ചെന്ന ആ ഒരു കാർഗോ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ തുറന്ന് പെട്ടെന്ന് അകത്തേക്ക് ഇങ്ങനെ കയറാണ്. അതേസമയം ആ ഒരു പൈലറ്റ് നോക്കുമ്പോൾ കാർഗോ ഭാഗം തുറന്നതുപോലെ കാണിക്കുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ ഹീറോ പെട്ടെന്ന് അതങ്ങ് ക്ലോസ് ചെയ്യുന്നതും ഇവർക്കിപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു വിമാനവും റൺവേയിൽ നിന്നും പറന്ന് മുകളിലേക്ക് പോവാണ്. ആ ഒരു സമയത്ത് ഹീറോ അകത്തേക്ക് കയറി ആ ഒരു കാർഗോയിൽ വെച്ചേക്കുന്ന ഓരോ പെട്ടികളായിട്ട് ഇങ്ങനെ പരിശോധിക്കും. നോക്കുമ്പോഴത്തേക്കും ആ ഒരു പെട്ടി ഉള്ളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇതെല്ലാം താങ്ങി നിർത്തിയേക്കുന്ന ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ അതെല്ലാം ഹീറോ ഓരോന്നായിട്ട് ഇങ്ങനെ അഴിച്ചഴിച്ച് ഒരു വിധത്തിൽ ആ ഒരു പെട്ടി കണ്ടുപിടിക്കും. പെട്ടി കണ്ടുപിടിച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് ഈ വില്ലൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ വില്ലന്റെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വരുന്നു. കാരണം മാനുവലായിട്ട് ഇത് ആരോ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്നത് നമ്മുടെ വില്ലന് മനസ്സിലായി എന്തോ ഒരു പന്തികേട് നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് വില്ലൻ പതിയെ എഴുന്നേറ്റ് ഈ ഒരു വിമാനത്തിന്റെ പുറകു വശത്തേക്ക് വരും. അവിടെയുള്ള ഒരു കാർഗോ ഉള്ളത്. അതുമല്ല അതിനകത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിങ്ങനെ തുറക്കുന്നതും നമ്മുടെ ഹീറോ ഇവിടെ പകുതിയായി ആ ഒരു വിഷമായി അടങ്ങിയ ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ അത് പതിയെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ വില്ലൻ പതിയെ അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് ഈതൻ ഞാൻ നിന്നെ കണ്ടു, നിനക്ക് ഇനി എന്തായാലും രക്ഷോട്ട് പോകാൻ കഴിയത്തില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങിയിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യാണ്. പക്ഷേ ഹീറോ ഒഴിഞ്ഞു മാറും. ആ ഒരു സമയത്ത് വില്ലൻ അടുത്തേക്ക് വരുമ്പോൾ ഹീറോ ആ ഒരു പെട്ടിയും പിടിച്ചതിന് നിൽക്കാണ്. അപ്പോഴേക്കും വില്ലൻ പറയും നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീയും ഞാനും എല്ലാവരും മരിക്കും, അതല്ലേ നിനക്ക് വേണ്ടതെന്ന് പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും ഷൂട്ട് ചെയ്തോ എന്ന് പറയുമ്പോൾ വില്ലൻ പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ഹീറോ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയിട്ട് അതിനകത്ത് ഈ കാർഗോ ഭാഗത്ത് രണ്ട് ഫ്രീസർ പോലെ ഒരു ഭാഗമുണ്ട്. അതിനകത്തേക്ക് ഒരു പെട്ടി എടുത്ത് വെച്ചിട്ടാണ് ഹീറോ സൈഡിലേക്ക് ഇരിക്കുന്നത്. അപ്പോഴേക്കും വില്ലൻ വന്നിട്ട് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോംബ് പൊട്ടത്തില്ലേ നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് വന്ന് തുറന്ന് ആ ഒരു പെട്ടി എടുത്ത് വെളിയിലേക്ക് വെച്ചിട്ട് ഹീറോയോട് പറയും ഇതുകൊണ്ടാണ് നിന്നെ പോലീസിലേക്ക് എടുക്കാത്തത്, നിനക്കറിയോ, കാരണം നീ ഒരു മണ്ടനാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബോംബ് വീണ്ടും റീസെറ്റ് ചെയ്യാണ്ട് ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത് സത്യത്തില് ഞാൻ ആ ഒരു ടെസ്റ്റിലെല്ലാം പാസ്സായിരുന്നു, പക്ഷെ ഒരിക്കലും എന്നെ സെലക്ട് ചെയ്തില്ല. അതിന് കാരണം എന്താണെന്നറിയോ, അവസാനം ഒരു പോളിഗ്രാഫ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതില് എന്റെ അച്ഛൻ ചെയ്ത ഒരു തെറ്റ് അത് ഞാൻ മറച്ചു, ആ ഒരു കള്ളം പറഞ്ഞതിനാണ് എന്നെ ഫെയിലാക്കിയത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിന് പോകാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ എന്ത് തന്നെ ആവട്ടെ പക്ഷെ നീ വെറും ഒരു മണ്ടനാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു പെട്ടി തുറക്കുന്നതും അതിനകത്ത് ആ ഒരു ലിക്വിഡ് കാണാൻ കഴിയുന്നില്ല. കാണിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ഹീറോയുടെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ഹീറോ പറയും ഇപ്പൊ ഞാൻ മണ്ടനല്ല എന്നും പറഞ്ഞിട്ട് ഓടി വന്ന് നമ്മുടെ വില്ലനെ ഇടിച്ച് ആ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ ഉണ്ടല്ലോ അതിനകത്തേക്ക് വില്ലനെ പിടിച്ചിട്ടിട്ട് അവൻ കൊണ്ടുവന്ന ആ ഒരു ബയോ വെപ്പൺ അത് ഇതിനകത്തേക്ക് പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുക്കും. അപ്പൊ ആ ഒരു ലിക്വിഡ് അത് പുകയായിട്ട് മാറി പെട്ടെന്ന് ഇതിനകത്തേക്ക് പറന്നു പിടിക്കുന്നതും ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ ആയതുകൊണ്ട് അതിനകത്ത് നിന്ന് എന്തായാലും പുറത്തേക്ക് വരത്തില്ല. ആ ഒരു വില്ലന്റെ ശരീരത്തിലേക്ക് അതെല്ലാം കയറി
വില്ലൻ പതിയെ അതിനകത്ത് കിടന്ന് മരിക്കുകയാണ്. അവൻ തുറക്കാൻ പറയുന്നുണ്ട്, പക്ഷേ ഹീറോ അടച്ചു പിടിച്ചിട്ട് അവസാനം നമ്മുടെ വില്ലൻ മരിക്കുകയും ചെയ്തു. അതുപോലെ നേരത്തെ തന്നെ ഇതിനകത്ത് നമ്മുടെ വില്ലൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാർഗോയില് ആരോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു കാര്യം അത് നമ്മുടെ പൈലറ്റുമാര് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനം തിരിച്ച് അതേ എയർപോർട്ടിലേക്ക് തന്നെ ഇറക്കുകയാണ്. അങ്ങനെ ഇറക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോലീസുകാരെല്ലാം വന്ന് ഹീറോയെ പിടിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഓഫീസർ പറയുന്നത് അവനെ വെറുതെ വിടുന്ന് പറയുമ്പോൾ ഹീറോ പറയും, ആ ഒരു ബയോ വെപ്പൺ എയർ ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു മുറിക്കകത്ത് ഞാൻ വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പൊ അവനെന്ത് അവനും അതിനകത്ത് തന്നെയുണ്ട് മരിച്ചു എന്ന് പറയുമ്പോൾ എലനായാലും ബാക്കിയുള്ള പോലീസുകാരോട് പറയും അവനെ വെറുതെ വിടാൻ പറയും. അതേ സമയം തന്നെ നമ്മുടെ ഹീറോയിനും അവിടേക്ക് ഓടി വരികയാണ്. അങ്ങനെ ആ ഒരു ലേഡി ആയാലും അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഹീറോയോട് പറയുന്നുണ്ട്, നിന്റെ മുറിവെല്ലാം ഉണങ്ങിയതിന് ശേഷം എന്നെ വിളിക്കുക എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നതും ഇപ്പോ എല്ലാ പ്രശ്നവും കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോഴത്തേക്കും അതേ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നിൽക്കാണ്. അതുമല്ല ഇപ്പൊ അവർക്കൊരു കുട്ടിയും ജനിച്ചു. ആ ഒരു കുട്ടിയെ കൊണ്ട് എവിടേക്ക് പോവാണ്. ആ ഒരു സമയത്താണ് ഹീറോ പറയുന്നത്, അയ്യോ ഒരു കാര്യം മറന്നു എന്നും പറഞ്ഞിട്ട് ഒരു ബാഡ്ജ് എടുത്ത് ഇങ്ങനെ വെക്കുന്നതും അതൊരു പോലീസ് ബാഡ്ജാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഒരു പോലീസായി. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.